നമ്മെ എല്ലാവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം മുദ്രവയ്ക്കട്ടെ. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഇന്ന് ആരും ആർക്കു വേണ്ടിയും ഉറക്കം വിളയ്ക്കാറില്ല. ഇന്ന് ആരും ആർക്കു വേണ്ടിയും ഭാരപ്പെടാറില്ല. അപ്പോൾ അതുപോലെയുള്ള സന്ദർഭത്തിൽ മരിച്ചവർക്ക് വേണ്ടി പോലും രാത്രി മരിച്ചവരുടെ വീടുകളിൽ ചെല്ലുമ്പം ഒരു 1-2 ദിവസങ്ങളിൽ ഞാൻ രാത്രി വളരെ വിദൂരങ്ങളിൽ പോയി ഈ മരിച്ചവരുടെ വീടുകളിൽ ചെല്ലുമ്പം അവിടെ പോലും ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വളരെ കുറച്ച് പേരെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ദൈവമായ കർത്താവ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദൈവമായ കർത്താവ് നീ അറിയാതെ എലിയ പ്രവാചകൻ പരിതപിക്കുകയും നിരാശപ്പെടുകയും ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഓടാൻ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനൊഴികെ ആരുമില്ല, ബാക്കിയുള്ളവരെല്ലാം മടുത്തുപോയി, ഞാൻ ഒറ്റ ഒരുത്തം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ദൈവമായ കർത്താവ് പറഞ്ഞു, നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട്. ആ ഒരു പറ്റം മനുഷ്യരിൽ ഭാഗവാക്കാകാൻ നമുക്ക് ഇടവന്ന് തോർത്തി രാത്രിയിൽ നമുക്ക് സന്തോഷത്തോടെ നന്ദി പറയാം. അബ്രഹത്തോട് ദൈവം ചോദിച്ചു, അഥവാ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, 100 പേരുണ്ടെങ്കിൽ ഈ ദേശത്തെ നശിപ്പിക്കുമോ? 100 പേരുണ്ട്. ദൈവം പറഞ്ഞു, ഒരിക്കലുമില്ല. 100 ഉണ്ടെങ്കിൽ 80 ഞാൻ രക്ഷിക്കും. അബ്രഹാം രാത്രിയിലും പകലും കുറിയിട്ട് നോക്കിയിട്ടും 100 പേരെ തികയാതെ വന്നപ്പം ദൈവത്തിൻ്റെ അടുത്ത് കെഞ്ചി ചോദിച്ച 50 പേരുണ്ടെങ്കിൽ പറഞ്ഞു, നോ പ്രോബ്ലം, 50 ഉണ്ടെങ്കിൽ നിശ്ചയമായും രാജ്യം രക്ഷിക്കപ്പെടും. തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും നോക്കിയിട്ടും 50 പേരെ കിട്ടാതെ വന്നപ്പം അബ്രഹാം ചോദിച്ചു, 10 പേരുണ്ടെങ്കിൽ? ദൈവമായ കർത്താവ് പറഞ്ഞ് 10 പേരുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. 10 പേര് ഒറ്റ മനസ്സോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുണ്ടെങ്കിൽ നീ പറയുന്നിടത്ത് ഞാൻ നിൽക്കും, എൻ്റെ ശിക്ഷ ഒഴിവാകും. ചുരുക്കത്തിൽ അബ്രഹാം ഒഴികെ ഒരാൾ പോലും ഇല്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ബൈബിള്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ബൈബിള് പറയുന്നത്, ഏക മനസ്സോടെ 50,000 പേരൊന്നും വേണ്ട, ഏക മനസ്സോടെ ആത്മാവിൽ ഒന്നിച്ച് 30,000 പേരും വേണ്ട, 2 പേര് ഭൂമിയിൽ എവിടെങ്കിലും ഒറ്റ ഹൃദയത്തോടെ യോജിപ്പിൽ ഒരുമയിൽ ചേർന്നിരുന്നാൽ അവിടെ അവരപേക്ഷിക്കുന്ന കാര്യത്തിൻ്റെ മേലെ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. വലതുകരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ? 2 കരങ്ങളും ഉയർത്തി ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി അല്ലാതെ ഒന്ന് സ്തുതിച്ച് ആരംഭിക്കാം. നമുക്ക് വേണ്ടി നമ്മുടെ നിയോഗങ്ങളോ, നമ്മുടെ ഭാരങ്ങളോ, നമ്മുടെ കണ്ണുനീരോ, നമ്മുടെ ദണ്ണമോ, നമ്മുടെ നെടുവീർപ്പോ, നമ്മുടെ കെണിയോ, നമ്മുടെ ജപ്തിയോ, നമ്മുടെ അധപ്പതനമോ, നമ്മുടെ അപമാനമോ ഇതൊന്നും ഓർക്കരുത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒലിവുശാഖകൾ പോലെ കർത്താവിനെ യൂദയ തെരുവീതിയിൽ നിലയ്ക്കാതെ സ്തോത്രഗീതങ്ങൾ മുഴക്കിയ ഓശാന പാടിയ മക്കളെ പോലെ നമ്മുടെ ഭാരം മറന്ന് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുക. ഈ ഭൂമിയിൽ എവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എന്നെ മറന്നു, രോഗങ്ങൾ മറന്നു, ഞാൻ എന്നെ മറന്നു, എന്റെ രോഗങ്ങൾ മറന്നു, എന്നെക്കാളും ലോകരെ തിരുമുമ്പിലോ എന്നെക്കാളും ലോകരെ തിരുമുമ്പിലോ ഞാൻ എന്നെ മറന്നു, രോഗങ്ങൾ മറന്നു, എന്നെക്കാളും ലോകരെ തിരുമുമ്പിലോ രക്ഷക. നമ്മെക്കാളും ഞാൻ അല്പം കുട്ടനാട്ടിലെ ഒരു വീട്ടിൽ ഈ രാത്രിയിൽ പോയിട്ടാണ് വരുന്നത്. അല്പം മുമ്പ് നിരങ്ങി നീങ്ങാൻ മാത്രം കഴിയുന്ന ഒരമ്മ, നിരങ്ങി നീങ്ങാൻ മാത്രം കഴിയുന്ന ഒരപ്പ, ആ അമ്മ വലിച്ചുകൊണ്ട് കട്ടിലിരിക്കുന്ന ഒരമ്മ, അപ്പൻ്റെ ഭാര്യ വളരെ വളരെ ആരോഗ്യം തകർന്ന ഒരു അമ്മ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു 70 വയസ്സിന് മുകളിലുണ്ട്.
നിരങ്ങി നീങ്ങാൻ മാത്രം കഴിയുന്നവരാ വല്യമ്മച്ചി. ഇങ്ങനെ ആസ്മയോടുകൂടി കിതയ്ക്കുന്ന ഒരപ്പൻ. അതിൻ്റെ എല്ലാം നടുവിൽ ഈ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ നിന്ന് ഞാൻ ആവർത്തിച്ചു ചോദിച്ചു. ഈ രാത്രിയിൽ 1 മണിക്കൂറിന് മുമ്പിലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ജസ്റ്റ് 1 മണിക്കൂറിന് മുമ്പ് കുട്ടനാട്ടിലെ ഒരു വീട്ടിൽ ഞാൻ ആ വീട്ടിൽ നിറങ്ങുമ്പം പാമ്പിഴഞ്ഞു വരുന്നത് പോലെ ആ വീട്ടിലേക്ക് വൈകുന്നേരത്തെ വേലിയേറ്റത്തിന് വെള്ളം ഇങ്ങനെ കയറി വരുന്നു. ചിതൽപുറ്റ് പോലെ ആ വീടിൻ്റെ ഭിത്തി മുഴുവനും വെള്ളം പിടിച്ചു നിൽക്കുന്നു. 3 പേരും ഒരു മുറിയിലിരുന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുന്നു. ആശിക്കാനൊന്നുമില്ല, പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഞാൻ ആവർത്തിച്ച് 4 വട്ടം ചോദിച്ചു, നിങ്ങൾക്ക് പരാതിയില്ലേ? ഞങ്ങൾ എന്തിനാച്ചാ പരാതിപ്പെടുന്നത്? ഞങ്ങൾക്ക് ദൈവം നല്ലത് വരുത്തും. 3 പേരും, നിങ്ങൾ വിശ്വസിക്കുമോയെന്ന് എനിക്കറിയില്ല, എൻ്റെ മൊബൈൽ ഞാൻ എടുത്തിട്ടിരിക്കുക. വെള്ളം ഇങ്ങനെ പാമ്പിനെ പോലെ ഇഴഞ്ഞു കയറി ഓരോ രാത്രിയിലും വരും, മുറിക്കകത്തേക്ക് കയറും. ഞാൻ അടുത്ത മുറിയുടെ കതക് തുറന്നപ്പോൾ അടുക്കളയ്ക്കകത്ത് വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നു. എന്നും എല്ലാ ദിവസത്തെയും സംഗതി. ആശിക്കാൻ ഒന്നുമില്ലാത്ത ഒരുപാട് മനുഷ്യരുടെ നടുവിലാണ് നമ്മൾ. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത മനുഷ്യർ, അകത്തെ സങ്കടങ്ങൾ അകത്തിട്ട് പൂട്ടിയിട്ട് പുറമേ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ. അവരുടെ നടുവിലിരുന്നാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. ഞാൻ എന്നെ മറക്കുന്നു നാഥ, രോഗങ്ങൾ മറക്കുന്നു നാഥ, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരേ, തിരുമുമ്പിലോ രക്ഷക. ഒരുമിച്ച് ഞാൻ എന്നെ മറക്കുന്നു നാഥ, രോഗങ്ങൾ മറക്കുന്നു നാഥ, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരേ, തിരുമുമ്പിലോ രക്ഷക. കരങ്ങളടിച്ച് പാടിയാലോ? ഞാൻ മറക്കുന്നു. എപ്പോഴും എൻ്റെ ഭാരമാണ്, എൻ്റെ വേദനയാണ് ലോകത്തിൽ ഏറ്റവും വലുതെന്നാ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. അതങ്ങനെയാ. നമ്മൾ കടന്നു പോയതോടത്തോളം ദുഃഖം വേറെ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. എൻ്റെ അച്ഛൻ, ഞാൻ കടന്നു പോയതുള്ള ദുഃഖം അച്ഛൻ കടന്നു പോയിരുന്നെങ്കിൽ എമ്പണ്ട് അച്ഛൻ പൗരോഹിത്യം ഉപേക്ഷിച്ചേനെ എന്ന് ചിലർ പറയും. അത്രയ്ക്ക് തകർന്നു പോയ അച്ഛ, അതൊക്കെ ശരിയാ. പക്ഷേ നമ്മെക്കാളും ഉരുകുന്ന മനുഷ്യരെ ഓർക്കാൻ കഴിയുന്നതാണ് ഭാഗ്യം. നമുക്ക് വലിയൊന്ന് കരങ്ങൾ അടിച്ച് പാടിയാലോ? ഞാൻ എന്നെ മറക്കുന്നു നാഥ, രോഗങ്ങൾ മറക്കുന്നു നാഥ, ഞാൻ എന്നെ മറക്കുന്നു നാഥ, രോഗങ്ങൾ മറക്കുന്നു നാഥ, എന്നെക്കാളും ഒരുകുന്ന രോഗരേ, തിരുമുമ്പിൽ ഓർക്കുന്നു രക്ഷക. എന്നെക്കാളും ഒരുകുന്ന ലോകരേ, തിരുമുമ്പിൽ ഓർക്കുന്നു രക്ഷക. വ്രതം കിട്ടുമോ? അതിനകത്ത് വ്രതം കിട്ടുമോ? അത്രേ ഉള്ളൂ. സ്വല്പം കൂടി സ്പീഡ് കേട്ടോ. ഞാൻ എന്നെ മറക്കുന്നു നാഥ, രോഗങ്ങൾ മറക്കുന്നു നാഥ, എന്നെക്കാളും ഒരുകുന്ന ലോകരേ, തിരുമുമ്പിലോർക്കുന്നു രക്ഷക. എന്നെക്കാളും ഒരുകുന്ന ലോകരേ, തിരുമുമ്പിലോർക്കുന്നു രക്ഷക. ഞാൻ എന്നെ മറക്കുന്നു നാഥ, രോഗങ്ങൾ മറക്കുന്നു നാഥ,
ശക്തമായിട്ട് അടിച്ചു പാടാം. കരങ്ങൾ അടിച്ചു പാടാം. മരണക്കീഴയിൽ പലരുണ്ട്, ശരണമില്ലാത്തവരേറെയുണ്ട്. മരണക്കീഴയിൽ പലരുണ്ട്, ശരണമില്ലാത്തവരേറെയുണ്ട്. ഈരാവിൽ സ്വയമേവം മരണത്തെ ഉൾകുന്നോരുണ്ട്. ഈരാവിൽ സ്വയമേവ മരണത്തെ ഉൾകുന്നോരുണ്ട്. ഈ രാത്രിയിൽ മരണം ചിന്തിക്കുന്നവരുണ്ട്. മരണക്കീഴയിൽ പലരുണ്ട്, ശരണമില്ലാത്തവരേറെയുണ്ട്. മരണക്കീഴയിൽ പലരുണ്ട്, ശരണമില്ലാത്തവർ ഏറെയുണ്ട്. ഈരാവിൽ മരണത്തെ ചിന്തിക്കുന്നവർ ഏറെയുണ്ട്. ഈരാവിൽ മരണത്തെ ചിന്തിക്കുന്നവർ ഏറെയുണ്ട്. ഈ രാത്രിയിൽ ഒരുക്കം വിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, വിഷം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മരുന്ന് വിഴുങ്ങുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എന്നെ മറക്കുന്നു നാഥ, രോഗങ്ങൾ മറക്കുന്നു നാഥ, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരേ, തിരുമുമ്പിലോടുന്നു രക്ഷക, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരേ, തിരുമുമ്പിലോടുന്നു രക്ഷക. കരമടിച്ച് പാടാം. ഭക്ഷണമില്ലാത്തവർ പലരുണ്ട്, ഭക്ഷണം ഇറങ്ങാത്തവർ ഏറെയുണ്ട്. ഭക്ഷണമില്ലാത്തവർ പലരുണ്ട്, ഭക്ഷണം ഇറങ്ങാത്തവർ ഏറെയുണ്ട്. മരുന്നിനും ചികിത്സയ്ക്കും പണമില്ലാതെ ഉരുകുന്നവരുണ്ട്. മരുന്നിനും ചികിത്സയ്ക്കും പണമില്ലാതെ ഉരുകുന്നവരുണ്ട്. ഭക്ഷണമില്ലാത്തവർ ഏറെയുണ്ട്, ഭക്ഷണം ഇറങ്ങാത്തവർ ഏറെയുണ്ട്. ഭക്ഷണമില്ലാത്തവരുണ്ട്, ഭക്ഷണം ഇറങ്ങാത്തവരുണ്ട്. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. ഭക്ഷണമില്ലാത്തവർ പലരുണ്ട്, ഭക്ഷണം ഇറങ്ങാത്തവർ ഏറെയുണ്ട്. ഭക്ഷണമില്ലാത്തവർ പലരുണ്ട്, ഭക്ഷണം ഇറങ്ങാത്തവർ ഏറെയുണ്ട്. മരുന്നിനും ചികിത്സയ്ക്കും വകയില്ലാത്തവരുണ്ട്. മരുന്നിനും ചികിത്സയ്ക്കും വകയില്ലാത്തവർ ഏറെയുണ്ട്. ഞാൻ എന്നെ മറക്കുന്നു നാഥ, രോഗങ്ങൾ മറക്കുന്നു നാഥ, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരേ, തിരുമുമ്പിലോടുന്നു രക്ഷക. ഉറക്കെ പഠിക്കും. എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരേ, തിരുമുമ്പിലോടുന്നു രക്ഷക. ശക്തമായിട്ട് ഞാൻ എന്നെ മറക്കുന്നു നാഥ, രോഗങ്ങൾ മറക്കുന്നു നാഥ, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരേ, തിരുമുമ്പിലോടുന്നു രക്ഷക. എന്നെക്കാളും ഒരുങ്ങുന്നവരെ ഞാൻ ഒരുക്കുന്ന കർത്താവേ, എന്നെക്കാളും തകർന്നവരെ ഞാൻ ഒരുക്കുന്നു. ഒരു ശരണമില്ലാത്തവരെ ഞാൻ ഒരുക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കമില്ലാത്തവർ പലരുണ്ട്, ഉറക്ക ഗുളിക തിന്നുന്നവരുണ്ട്. ഉറക്കമില്ലാത്തവർ പലരുണ്ട്, ഉറക്ക ഗുളിക തിന്നുന്നവരുണ്ട്.
രാവിലും പകലിലും ഉത്കണ്ഠയാൽ നീറുവോരുണ്ട്. ഞാൻ എന്നെ മറക്കുന്നു നാഥാ, രോഗങ്ങൾ മറക്കുന്നു നാഥാ, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരെ തിരുമുമ്പിലോർക്കുന്നു രക്ഷക, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരെ. എല്ലാവരും പാടി കർത്താവേ, ഈ രാത്രി ഞങ്ങൾക്ക് താമര പോലെ വിടരുന്ന സ്വർഗീയ അഭിഷേകം നൽകണമേ. എന്റെ ഹൃദയം കൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. IMS-ന്റെ മടിത്തട്ടിൽ നിന്ന് കർത്താവേ, പരിശുദ്ധമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളെയും രാജ്യങ്ങളെയും തീരങ്ങളെയും ജ്വലിപ്പിക്കുന്ന IMS മാതാവിന്റെ നടയിൽ നിന്ന് ഞാൻ കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി കൈയടിച്ച് ശക്തമായി കൈയടിച്ച് ആരാധിക്കാം. ചത്തുമരവിച്ച് കഴിയുന്നവരുണ്ട്, ജീവിച്ചിരിക്കും തന്നെ മരിച്ചവരുണ്ട്. ചത്തുമരവിച്ചു കഴിയുന്നവരുണ്ട്, ജീവിച്ചിരിക്കും തന്നെ മരിച്ചവരുണ്ട്. എന്തിനായി ജീവിക്കുന്നു എന്നൊന്നും അറിയാത്തവരുണ്ട്. എന്തിനായി ജീവിക്കുന്നു എന്നൊന്നും അറിയാത്തവരുണ്ട്. ചത്തുമരവിച്ചു ജീവിക്കുന്നവരും പാതിമായി മരിച്ചോരുമുണ്ട്. എന്തിനായി ജീവിക്കുന്നു എന്നുപോലും അറിയാത്തവരുണ്ട്. എന്തിനായി ജീവിക്കുന്നു എന്നുപോലും. കരമുയർത്തി അടിക്കാം. ഞാൻ എന്നെ മറക്കുന്നു, ഞാൻ എന്നെ മറക്കുന്നു നാഥാ, രോഗങ്ങൾ മറക്കുന്നു നാഥാ, എന്നെക്കാളും ഒരുങ്ങുന്ന മകനെ പാടിക്കെ 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 പാടിക്കെ. ഞാൻ എന്നെ മറക്കുന്നു നാഥാ, രോഗങ്ങൾ മറക്കുന്നു നാഥാ, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരെ തിരുമുമ്പിലും പാടിക്കെ പാടിക്കെ പാടിക്കെ. എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരെ തിരുമുമ്പിലും. ശക്തമായിട്ട് കൈവച്ച് പാടിക്കെ. ഞാൻ എന്നെ മറക്കുന്നു നാഥാ, ഞാൻ എന്നെ മറക്കുന്നു നാഥാ, രോഗങ്ങൾ മറക്കുന്നു നാഥാ, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരെ തിരുമുമ്പിലോർക്കുന്നു രക്ഷക, എന്നെക്കാളും ഒരുങ്ങുന്ന ലോകരെ തിരുമുമ്പിലോർക്കുന്നു രക്ഷക. രണ്ട് കരങ്ങൾ ഉയർത്തി നിങ്ങൾക്ക് കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Hallelujah, 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 Yeshua stotram Yeshua hallelujah, 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 Yeshua stotram Yeshua stotram Yeshua stotram hallelujah, 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 പറവ പോലെ കരമീശ സ്തുതിക്കാം. മടുക്കാതെ സാക്ഷി കൊണ്ട് ലോകത്തിലെ മുഴുവൻ അനുഗ്രഹിക്കാം. ഞങ്ങളുടെ ചങ്കരനും പുകച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ രാത്രി ആത്മാവിൽ പള്ളി കെട്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ 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 ദൈവിക സാന്നിധ്യമായി പറഞ്ഞിറങ്ങണമേ. തമ്പുരാനെ നിന്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കരഞ്ഞ് നിലവിളിക്കുന്ന
ചന്ദനത്തിരി പോലെ ഒരുക്കി പ്രാർത്ഥിക്കുന്ന, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്ന, സംഘടന സമർപ്പിക്കുന്ന, തമ്പുരാനെ നെഞ്ചിൻ മൂട് പൊട്ടിച്ച് ഇതിനെ സ്തുതിക്കുന്ന, തമ്പുരാനെ മാംസം അറ്റുപോയിട്ടും തമ്പുരാനെ തൊലി അറ്റുപോയിട്ടും മാംസത്തിൽ നിന്ന് സ്തുതിക്കുന്ന, കർത്താവേ നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ ജനതയോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാം നല്ല സ്തുതിക്കട്ടെ. യേശുവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ നേർ സാന്നിധ്യം, നേർ സാന്നിധ്യം, നേർ സാന്നിധ്യം, നേർ സാന്നിധ്യം, നേർ സാന്നിധ്യം. 2 മക്കബയർ 15:27, 2 മക്കബയർ 15:27, 2 മക്കബയർ 15:27, 2 മക്കബയർ 15:27, 2 മക്കബയർ 15:27. ദൈവത്തിന്റെ പ്രത്യക്ഷ സഹായം, ദൈവത്തിന്റെ പ്രത്യക്ഷ സഹായം. കരങ്ങൾ ശക്തമായി കൊട്ടി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നെഞ്ചിൽ വയ്ക്കാം. ഞാനുറങ്ങിയാലും നാഥാ ആത്മാവുറങ്ങിടല്ലേ, ഞാനുറങ്ങിയാലും നാഥാ ആത്മാവ് ഉറങ്ങിടല്ലേ, നീറിക്കണ്ണീർ വന്നാലും നാഥാ ആത്മനിരാശയിൽ വീഴല്ലേ, ഞാനുറങ്ങിയാലും നാഥാ ആത്മാവ് ഉറങ്ങിടല്ലേ, നീറിക്കണ്ണീർ വാർത്താലും നാഥാ എന്നാത്മാവ് നിരാശയിൽ വീഴല്ലേ, ഞാനുറങ്ങിയാലും നാഥാ ആത്മാവുറങ്ങിടല്ലേ, ഞാനുറങ്ങിയാലും നാഥാ ആത്മാവുറങ്ങിടല്ലേ. കരയാൻ കണ്ണീരു ബാക്കിയില്ലാത്തവരാകും മക്കളെ, ഉരുകാൻ നെഞ്ചകം ബാക്കിയില്ലാത്തൊരു പ്രിയരേ നാഥാ കാണാൻ ഞങ്ങൾ എവിടെ പോകും, ജീവന്റെ വചനത്തിൻ പക്കലുണ്ടല്ലോ, ഞങ്ങൾ എവിടെ പോകും നാഥാ, ജീവന്റെ വചനത്തിൻ പക്കലും, ഞങ്ങൾ എവിടെ പോകും, ജീവന്റെ വചനങ്ങൾ നിൻ പക്കലുണ്ടല്ലോ, ഞാനുറങ്ങിയാലും നാഥാ ആത്മാവുറങ്ങിടല്ലേ, നീറിക്കണ്ണീരു വാർത്താലും എൻ്റെ ആത്മാവിനും പോകല്ലേ. ഉയർത്തിപ്പിടിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ രണ്ട് കരങ്ങൾ ഉയർത്തി മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ ബലമതിയാത്ത തിരിച്ചവരെ കുറിച്ച് കർത്താവേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ വളരെ പ്രധാനമായിട്ട് കിടപ്പ് രോഗികൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. 13 വയസ്സിനും 33 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള അവിവാഹിതരായ, ജോലിയില്ലാത്ത അവിവാഹിതരായ ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തകർന്ന് തരിപ്പണമായ കുടുംബങ്ങളെ ഓർക്കാം. നമ്മുടെ നിയോഗങ്ങൾ എല്ലാം സമർപ്പിക്കാം. ഒരുമിച്ച് ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നിങ്ങളുടെ ക്ഷീണത്തിൻ്റെയും ജീവിതഭാരങ്ങളുടെയും സങ്കടങ്ങളുടെയും നെടുവീർപ്പുകളുടെ എല്ലാ ഇടയ്ക്ക് രാത്രിയിൽ IMS-ൽ വന്ന് അമ്മയുടെ മടിത്തട്ടിലിരുന്ന് ആലപ്പുഴ തീരത്ത് വസിച്ചുകൊണ്ട് കേരളം മുഴുവനെയും ജ്വലിപ്പിക്കുന്ന അമ്മയുടെ തേജസ്സിൻ്റെ മടിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ വന്നവരെ, ദൂരത്തിരുന്ന് ഈ പ്രാർത്ഥന കൂടുന്നവരെ, യേശു കർത്താവ്
നമ്മയെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് ഹല്ലേലൂയ. നമ്മൾ ഈ ഇന്നത്തെ രാത്രി ശുശ്രൂഷയിൽ വളരെ നിസ്സാരപ്പെട്ട ചില കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ നിസ്സാരപ്പെട്ട കാര്യങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം, നമ്മളത് ചെയ്യില്ല. വലിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടിരിക്കും, സൂപ്പർ ഫൈൻ എന്നൊക്കെ പറയും, അതും നമ്മൾ ചെയ്യത്തില്ല. ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. അത് ആരെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ മനുഷ്യന്റെ പ്രത്യേകത, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ കൊച്ചു കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ കൊച്ചു കാര്യങ്ങൾ മറന്നുപോകും. മുട്ടൻ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ആ മുട്ടൻ കാര്യങ്ങൾ കേട്ട് വരുമ്പം ചങ്ക് പൊട്ടി പറയും, അയ്യോ സൂപ്പർ സൂപ്പർ എന്ന് പറയും. അത് നമ്മൾ ഇറങ്ങിപ്പോയോ? അത് നമ്മൾ ചെയ്യത്തില്ല. അതറിയാം, നമ്മുടെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കും, ഒരിക്കലും വചനത്തിൽ നിറയത്തില്ല. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? എല്ലാവരും പറഞ്ഞില്ലല്ലോ ഹല്ലേലൂയ. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. സെമിനാരിയിൽ 167ഓളം വിഷയങ്ങൾ ഞാൻ പഠിച്ചു. എത്ര വിഷയം പഠിച്ചു? ഉറങ്ങാതിരിക്കാനാ. എത്ര വിഷയങ്ങൾ പഠിച്ചു? 167ഓളം വിഷയങ്ങൾ പഠിച്ചു. സമ്മാനം നന്നായിട്ട് ഞാൻ പഠിച്ചു. 1ാം സമ്മാനമൊക്കെ വാങ്ങി. പക്ഷെ നിങ്ങൾ എന്നോട് അച്ഛൻ സെമിനാരി പഠിച്ച ഒരു വിഷയത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ നിന്ന നക്ഷത്ര എണ്ണത്തേ ഉള്ളൂ. എനിക്കറിയത്തില്ല, എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാലല്ലാണ്ട് എൻ്റെ ഉള്ള് ഒരു പൊടിക്ക് എഫക്റ്റ് കുറച്ചേര്. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? ഞങ്ങൾ അങ്ങനെ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ വന്നിട്ട് ചോദിച്ചു, ഷമ്മാശന്മാരെ നിങ്ങൾ ഇന്ന് എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. ഈ അച്ഛൻ ഇതെന്ത് പറ്റിയെന്നായി ഞങ്ങൾ. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? അച്ഛൻ വന്ന് ഞങ്ങളോട് ചോദിച്ചു, ഷമ്മാശന്മാരെ നിങ്ങൾ ഇന്ന് എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. അച്ഛൻ ഇതെന്ത് പറ്റിയെന്നായി ഞങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? അച്ഛന്മാർ കഴിക്കുന്നോ ഞങ്ങൾ കഴിക്കുന്നോ സെയിം ഫുഡാ. ഞങ്ങൾക്ക് ഒരേ ആഹാരമാണ്. ബ്രദേഴ്സ് കഴിക്കുന്നതും സെമിനാരിക്കാർ കഴിക്കുന്നതും അച്ഛൻ കഴിക്കുന്ന ഒരേ കാര്യമാണ്. ഞങ്ങൾക്കെല്ലാം ഇന്ന് അപ്പമായിരുന്നു. അപ്പൊ ഞങ്ങൾ മിണ്ടിയില്ല. അച്ഛൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്നാ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾ ഇന്നെന്താ കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ശമാശം പറഞ്ഞ്, എൻ്റെ അച്ഛോ നമുക്കെല്ലാം അപ്പമല്ലായിരുന്നോ, നമുക്കെല്ലാം കഴിക്കാൻ ഇന്ന് അപ്പമല്ലായിരുന്നോ? അച്ഛനത് കേട്ട ഭാവം നടിക്കാതെ ചോദിച്ചു, ആട്ടെ നമ്മൾ കഴിച്ച അപ്പത്തിന് ഉപ്പുണ്ടായിരുന്നോ? അതിനെന്നെ ഉത്തരം പറയാനാ? ഈ അച്ഛന് ഞങ്ങൾക്കൊരു കാര്യം പിടികിട്ടി. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? ഫിലോസഫി പഠിപ്പിക്കുന്ന അച്ഛൻ വന്ന് അപ്പം കഴിച്ചോ, ഉപ്പുണ്ടായിരുന്നോ, മഞ്ഞളുണ്ടായിരുന്നോ, കറി ഉണ്ടായിരുന്നോ, ചമ്മന്തി ആയിരുന്നോ എന്നൊക്കെ ചോദിച്ച് സമയം കളഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം പിടികിട്ടി. നിങ്ങൾ പറ അച്ഛൻ ഇന്നത്തെ പഠിപ്പിക്കേണ്ട വിഷയം വേണ്ട കിടക്ക്. നിങ്ങൾ പറയുന്നില്ല. അച്ഛൻ ഇന്നത്തെ പഠിപ്പിക്കേണ്ട വിഷയം ഉറപ്പായിട്ടും ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? ഒരുങ്ങിയിട്ടുണ്ടോ? അച്ഛൻ ചുമ്മാ സമയം കളയുക. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛൻ ഇന്നത്തെ വിഷയം മിക്കവാറും ഫിലോസഫി ഇന്നത്തെ വിഷയം പഠിപ്പിക്കാൻ ഒരുങ്ങിയിട്ടില്ല. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചപ്പോൾ അച്ഛൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്നാ മിണ്ടാത്തത്? നിങ്ങൾ കഴിച്ച അപ്പത്തിന് ഉപ്പുണ്ടായിരുന്നോ? അപ്പൊ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ ഉപ്പുണ്ടായിരുന്നേ. അപ്പൊ അച്ഛൻ വീണ്ടും വിടാതെ ചോദിച്ചു, വൈ ഇറ്റ് വാസ് സോൾട്ടി? അതെന്തുകൊണ്ടാണ് അതിനുപ്പുണ്ടായിരുന്നത്? അതെന്തുകൊണ്ടാണ് അതിനുപ്പുണ്ടായിരുന്നത്? അപ്പം ഞങ്ങൾ മനസ്സിൽ പറഞ്ഞ്, അത് കറിയുപ്പ് ചേർത്തിട്ടാണെന്ന് അറിയാത്ത പൊട്ടനാണോ ഈ അച്ഛൻ? മനസ്സിൽ ഭയങ്കര ദേഷ്യം വന്നു. അച്ഛൻ ചുമ്മാ സമയം കളയുക. അപ്പം ഞങ്ങൾ ആരും മിണ്ടിയില്ല. അച്ഛൻ വീണ്ടും ചോദിച്ച്, ബ്രദേഴ്സ് നിങ്ങൾ 1048 പേരില്ലേ, വൈ ഇറ്റ് വാസ് സോൾട്ടി? അതെന്തുകൊണ്ടാണ് അതിനുപ്പുണ്ടായിരുന്നത്? വീണ്ടും വേണ്ടി ചെവിതല കേൾപ്പിക്കാതെ ചോദിച്ചുകൊണ്ട് ഒരു ഇടുക്കിക്കാരൻ ഷമ്മാശൻ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ അത് കറിയുപ്പ് ചേർത്തിട്ടാന്ന് ഈ ലോകത്തിൽ ആർക്കാ അറിയാത്തത്? ഏത് പൊട്ടനാ അറിയാത്തെന്ന് ചോദിച്ചില്ല, കാരണം അച്ഛനെ പൊട്ടനാക്കുമല്ലോ എന്ന് വിചാരിച്ച്. അച്ഛനത് കേൾക്കുക പോലും ചെയ്യാതെ, ആ ഉത്തരം കേൾക്കുക പോലും ചെയ്യാതെ ഒരു പ്രത്യേക രീതിയിൽ കൈ ഉയർത്തി നിന്നിട്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു, ഷമ്മാശന്മാരെ നിങ്ങൾ ഇന്ന് കഴിച്ച അപ്പത്തിന്റെ ഉപ്പ്, അതിൽ ചേർത്ത കറിയുപ്പിന്റെ ഗുണം കൊണ്ട് മാത്രമല്ല
പിന്നെയോ അത് നൊന്തു കുഴച്ച, അത് വിയർത്ത് കുഴച്ച, അത് വേദനിച്ച് കുഴച്ച, സ്വന്തം സങ്കടങ്ങളെ ഉള്ളിൽ ഒതുക്കി കുഴച്ച മനുഷ്യന്റെ ചങ്കിൽ നിന്നും നെഞ്ചിൽ നിന്നും വാർന്നു വീണ സങ്കടം കലർന്ന ഉപ്പ് കലർന്ന വിയർപ്പിന്റെ ഉപ്പ് കൂടിയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫിലോസഫി പഠിപ്പിക്കുന്ന അച്ഛനാണ്. അച്ഛൻ ഇങ്ങനെ പ്രത്യേക രീതിയിൽ നിന്നു. ഞങ്ങൾ അതുവരെ അച്ഛനെ കളിയാക്കിയെങ്കിലും ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാനോ അധിക്ഷേപിക്കാനോ തോന്നിയില്ല. മക്കളെ പ്രദേശ്, നിങ്ങൾ ഇന്ന് കഴിച്ച അപ്പത്തിന്റെ ഉപ്പ് അതിൽ ചേർത്ത കറിയുപ്പിന്റെ ഗുണമല്ല, അത് കുഴച്ച മനുഷ്യന്റെ നെഞ്ചത്ത് നിന്നും വാർന്നു വീണ വിയർപ്പിന്റെ ഉപ്പ് കൂടിയാണ്. സെമിനാരിയിൽ 167 വിഷയങ്ങൾക്കപ്പുറം പഠിച്ച എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സമാനം നന്നായിട്ട് പഠിച്ചിട്ടും കാര്യമായിട്ടൊന്നും മനസ്സിലില്ല. പക്ഷേ അന്ന് സമയം കളയുന്നത് പോലെ തോന്നിയ സമയത്ത്, പോർഷൻ ഒരുങ്ങാതെ അച്ഛൻ വന്ന് ചപ്പടാച്ചി പറയുന്നത് പോലെ ഞങ്ങൾ കളിയാക്കിയ സമയത്ത് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം 1987 88 കേട്ട കാര്യമാണ്. 1988 കേട്ട കാര്യം ഈ 2025 എൻ്റെ ചങ്കിൽ മായാതെ നിൽക്കുകയാണ്. എവിടെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയാൽ ശുശ്രൂഷകൾക്കിടയ്ക്ക് ഒരു നെയ് റോസ്റ്റോ ഒരു ചപ്പാത്തിയോ വാങ്ങിക്കഴിച്ചാൽ, ഞാനോ എൻ്റെ അനിയന്മാരും ചേർന്ന് 100, 250, 320 രൂപയ്ക്കോ കഴിച്ചാൽ, ഇന്ന് വരെ നിവൃത്തിയുണ്ടെങ്കിൽ അത് കുഴച്ച മനുഷ്യർക്ക്, അത് വിളമ്പിയ മനുഷ്യർക്ക്, ഹോട്ടലിന്റെ മുമ്പിൽ നിന്ന് കയ്യും കാലും വയ്യാതിരുന്ന് പാർക്കിങ്ങിന് വേണ്ടി വെയിൽ കൊണ്ട് നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാതെ ഞാൻ ഇന്ന് വരെ പോന്നിട്ടില്ല. ഞാൻ ടിപ്പ് കൊടുത്തതിന്റെ കാര്യം പറയാനല്ല, ഹോട്ടലിൽ കയറിയാൽ അവരുടെ വേദന മനസ്സിലാക്കുമെന്ന് പറയാനല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടേ, എൻ്റെ മനസ്സിൽ അന്ന് ജോർജ് അച്ഛൻ പറഞ്ഞത് പതിഞ്ഞു നിന്നു. 167 വിഷയങ്ങൾ പറവ പോലെ പറന്നു പോയപ്പം അച്ഛൻ അന്ന് ചങ്കിൽ തൊട്ട് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ചങ്കിൽ ബാക്കി നിൽക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമോ? ഉറങ്ങിപ്പോകാത്തവരെല്ലാം കര ഉയർത്തിപ്പിടിക്കുക. ഈ ശുശ്രൂഷയിൽ നമ്മൾ അല്പസമയമേ ഉള്ളൂ, പക്ഷെ ഈ ശുശ്രൂഷയിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കണം. അത് നമ്മളെ ജ്വലിപ്പിക്കണം. അല്ലെങ്കിൽ ഈ രാത്രി ഉറക്കമളച്ചത് വെറുതെ ആയി പോകും. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. അന്ന് ജോർജ് അച്ഛൻ്റെ നാവിലൂടെ വന്ന ഒരു കൊച്ചുമണി കാര്യം, ഒരു ചെറിയ കാര്യം ഇന്ന് വരെ എത്രയോ വർഷമായി, 1988, 98, 2008, 2018, 2025, 40, 30 പരം വർഷം എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുകയാണ്. അതെൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുകയാണ്. ഒരു നേരം പോലും ഞാനത് മറക്കുന്നില്ല. കരങ്ങൾ ഉയർത്തി വീശിപ്പറ ഹല്ലേലൂയ. നല്ല തൂക്കനെ വീശിപ്പറ ഹല്ലേലൂയ. ഒലിവ് ചില പോലെ വീശിപ്പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഈ രാത്രിയിൽ നിസാരനായ എന്നിലൂടെ ഈശോ തരുന്ന ദൂതിൻ്റെ അല്പമെങ്കിലും ഓർത്തിരിക്കണം. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ വിഷയത്തിലേക്ക് ചെറിയ വിഷയമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വിഷയമേ ഉള്ളൂ. പക്ഷെ അത് എവിടെങ്കിലും ഒന്ന് ഓർത്തിരിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു 5 വചനങ്ങളെങ്കിലും കാണാതെ അറിയാവുന്നവര് ഈ രാത്രി ആരാധനയിലുള്ളവരെന്ന് കരമുയർത്തിക്കേ. കള്ളത്തരം പറയല്ലേ, നരകത്തിൽ പോവും. ആ 10 കരങ്ങൾ കഷ്ടി തത്തോ. നോക്കിക്കേ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഒരൊറ്റ മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ രാത്രിയിലൊന്നും ഉണർന്നിരിക്കത്തില്ല. ഒരു മനുഷ്യനും ചെയ്യത്തില്ല. അങ്ങനെ തീക്ഷ്ണമായി തീവ്രമായി എനിക്കും രാത്രിയിൽ ഇപ്പൊ പറ്റത്തില്ല. കാലുകൾക്ക് ഭയങ്കര വേദനയാണ്. മുഴുവൻ സമയം ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് രാത്രിയിൽ ഇപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങണം. ഈ കുറച്ച് നാൾ മുമ്പ് 10:30, 2:30 വരെ ഉണർന്നിരിക്കുമായിരുന്നു. ഇപ്പം അതിഭയങ്കര വേദനയാണ്. ഭ്രാന്ത് പിടിച്ച പരിപാടി ഇത്. അപ്പം നിങ്ങൾ അത്രയും തീഷ്ണമതികളായി വന്നു ചേർന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ഗണത്തിലെ 300 പേരിലധികം ഇവിടെയുണ്ട്, അല്ല 200-ലധികം. അവരിൽ 10 പേർക്ക് നോക്കിക്കേ, ഈ മണ്ടം പരിപാടിക്ക്, അതായത് ലോകം മണ്ടം പരിപാടി എന്ന് വിളിക്കുന്ന ഈ ഉണർന്നിരുന്നുള്ള പ്രാർത്ഥനയ്ക്ക് വരാൻ അത്ര തീഷ്ണത കാണിച്ച 200 പേരിൽ പോലും 10 പേർക്ക് 5 വചനങ്ങളെങ്കിലും കാണാപ്പാടം അറിയത്തുള്ളൂ. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ആ 10 പേരോട് അച്ഛൻ ചോദിക്കുന്നു, ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങൾ ഈ വചനം
ആവർത്തിച്ച് പറയുന്നവർ, നിങ്ങൾക്ക് 5 വചനങ്ങളെങ്കിലും അറിയാം, നല്ല കാര്യം. ഈ അറിയാവുന്ന 5 വചനങ്ങളിൽ ഏതെങ്കിലും ചില വചനങ്ങൾ നമ്മളോട് തന്നെ നിരന്തരം ഇടതടവില്ലാതെ ആവർത്തിക്കുന്നവർ മാത്രം സത്യം പറഞ്ഞൊന്ന് കരമുയർത്തിക്കേ. അപ്പൊ 5 or 6 പേരേ ഉള്ളൂ, 7 പേര്. നമ്മുടെ പരാജയം എവിടാൻ നിങ്ങൾക്ക് പിടി കിട്ടിയോ? നമ്മൾ 100,000 തവണ ബൈബിള് വായിച്ചിട്ടുണ്ട്. ഇവിടെയാ ശരിക്കും പറഞ്ഞാൽ രഹസ്യമായിട്ടെങ്കിലും നമ്മൾ തലകുനിച്ചു പോകുന്നത് ബഹുമാനപ്പെട്ട പെന്തക്കുസ്ത സഹോദരങ്ങളുടെ മുമ്പിൽ. സത്യത്തിന്റെ പൂർണ്ണതയില്ലെന്ന് നമ്മൾ അവരെക്കുറിച്ച് പറയുന്നു. അവരുടെ കയ്യിൽ വചനമുണ്ട്. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച അതിരമ്പുഴ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവ് എന്നോടൊരു വചനം പറഞ്ഞു തരിക, മോനെ, എൻ്റെ പുരോഹിതദാസ, നീ നിന്റെ ജനത്തോട് പറ, ശ്രദ്ധിച്ചു കേട്ടെ, സഭയിൽ സംലഭ്യനായ, എന്നോട് പറഞ്ഞേ, പറ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോ, സഭയിൽ ലഭിക്കാവുന്ന സംലഭ്യനായ, പറ, സഭയിൽ സംലഭ്യനായ, ഉറങ്ങാൻ പോയാൽ നമ്മൾ എന്നെ എടുക്കും, പറ, സഭയിൽ എനിക്ക് നിങ്ങൾ ചിലർ നേർച്ച നേർന്നിട്ടുണ്ടെന്ന്, ഇവിടെ വന്നിരുന്ന് ഉറങ്ങിക്കോളാവുന്നു. അങ്ങനെ നേർന്നവരുണ്ടോ? അങ്ങനെ ഉള്ളവർ കേട്ടിച്ച് വചനം പഠിക്കാൻ. സഭയിൽ സംലഭ്യനായ, സഭയിൽ സന്നിഹിതനായ, ലൈവ് കാണുന്ന കുറച്ച് പേര് നമ്മുടെ സ്വരമൊന്ന് കേൾക്കട്ടെ. സഭയിൽ സന്നിഹിതനായ ഈശോയുടെ ശിരസാണ് കൂദാശകൾ. പറഞ്ഞ്, സഭയിൽ സന്നിഹിതനായ, എല്ലാവരും പറ, സഭയിൽ സന്നിഹിതനായ ഈശോ മിശിഹായുടെ ശിരസാണ് കൂദാശകൾ. അവന്റെ കരമാണ് വചനം. നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ 8 മണിക്ക് ഒരു കുർബാന കൂടണം എന്ന് തോന്നി. നിങ്ങൾ ആലപ്പുഴയിൽ അന്വേഷിച്ചു, എല്ലായിടത്തും കുർബാന തീർന്നു പോയി. നിങ്ങൾക്ക് പിന്നെ തനിയെ കുർബാനയെല്ലാം പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇല്ല. എനിക്കൊരു പുരോഹിതൻ എന്ന അർത്ഥത്തിൽ എനിക്ക് രാത്രി 8 മണിക്ക്, 9 മണിക്കും 9:30ക്കും 11:15 ഞാൻ എഴുന്നേറ്റ് ചാപ്പലിൽ പോയി കുർബാന അർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. സ്വരം കേൾക്കട്ടോ? പറ്റുമോ ഇല്ലയോ? അപ്പൊ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ വിശുദ്ധരായ അൽമായരെ നിങ്ങൾക്ക് എപ്പോഴും പറ്റില്ല. എനിക്ക് രാവിലെ ഒരു കുർബാന അർപ്പിച്ച് വീണ്ടും 3 കുർബാന വരെ അർപ്പിക്കാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സംലഭ്യമായിട്ടുള്ള എന്താ? താണ്ട കിടക്കുന്ന കൂദാശകൾ നേരിട്ട് പരികർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ എന്നതാ ഉള്ളത്? പറ, ശരിയാ? എന്നാ തുറക്കെ പറ, എന്താ ഉപയോഗിക്കാൻ പറ്റുന്നത്? അത് നമ്മൾ ആരും ഉപയോഗിക്കത്തില്ല. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കുറവ് ഓർത്തുന്ന ദൈവത്തിന് നന്ദി പറയുന്നത് കൈയടിച്ച്. വചനം നമ്മൾ ഉപയോഗിക്കത്തില്ല. എല്ലാവരും കൈയടിച്ച് ആരാധിക്കും. ഞാൻ ഈ ഓരോ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ ഒരു വിഷമം, എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ. കുറ്റപ്പെടുത്താൻ ഞാൻ ആളുമല്ല. കാരണം എൻ്റെ സെമിനാരിക്കാലത്ത് ഞാൻ ബൈബിള് വായിക്കുന്നതിൽ പിന്നിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തത്തില്ല. ബൈബിള് തുറക്കും, അമേരിക്കയ്ക്ക് പറക്കും. ബൈബിള് തുറക്കും, ന്യൂയോർക്കിൻ്റെ മേളിൽ കൂടെ പറക്കും. ഇത് തന്നെ പരിപാടി. ബൈബിളിൻ്റെ പോർഷൻ തുറക്കും, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം എന്ന് പറഞ്ഞ് തുറക്കും വായിക്കാൻ വേണ്ടി. പിന്നെ അപ്പം തന്നെ അമേരിക്കയുടെ മേളിൽ കൂടെ പറക്കല. എങ്ങാണ്ടൊക്കെ പോവുക, വരിക, 20 മിനിറ്റ് കഴിയുമ്പോൾ ബൈബിൾ അടയ്ക്കും, വായിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. പക്ഷെ നമ്മുടെ ഒരു പൊതു പരാജയം, ദൈവവചനം നമുക്ക് അറിയത്തില്ല. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് കേൾക്കുന്ന ചെറിയ കാര്യം നമ്മുടെ ഉള്ളിൽ എവിടെങ്കിലും പതിഞ്ഞിരിക്കട്ടെ. അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി ആരാധനയ്ക്കും വന്ന് എന്തെങ്കിലും ഒന്ന് തങ്ങി നിൽക്കട്ടെ. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കേ. ഹല്ലേലൂയ. ഉറങ്ങുന്നവിടെ ചെവിക്കാത്തോട്ടൊരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിഷയം. വളരെ ചെറിയ വിഷയം, ഒരു 45 മിനിറ്റിന്റെ ശുശ്രൂഷയുള്ളൂ. പക്ഷെ അതിൻ്റെ എവിടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ പറയുന്നില്ല, നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു കിട്ടണം. അല്പമെങ്കിലും പതിഞ്ഞു കിട്ടണം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഇത്രയെല്ലാം ഞാൻ വർത്താനം പറഞ്ഞത് നിങ്ങളുടെ 10 പേരുടെയെങ്കിലും ഉള്ളിൽ ഇന്നത്തെ നൈറ്റ് വിജിലിന്റെ ഒരു ശുശ്രൂഷയുടെ അറ്റം കിടക്കണം. അറ്റം മതി. ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങണം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ഈ ലോകം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കൊച്ചു കാര്യമാണ് ഈ പറയുന്നത്, പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. ഈ ലോകം അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ തുടക്കം ഉൽപ്പത്തിയുടെ പുസ്തകം 12:2 ഉൽപ്പത്തിയുടെ പുസ്തകം 12:2 കേട്ടെ. ദൈവമായ കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, ഞാൻ നിന്റെ നാമം മഹത്വമുള്ളതാക്കും, അങ്ങനെ നീയും ഒരനുഗ്രഹമാകും. സ്ട്രാറ്റജി ഓഫ് ബ്ലെസ്സിങ്, അനുഗ്രഹത്തിന്റെ സംവിധാന ക്രമം ഇതാണ്. പലതരം ഉയർത്തി പറയാമോ? ദൈവമായ കർത്താവ് അബ്രാഹത്തോട് പറയുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ജനം കേൾക്കട്ടെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ നാമം മഹത്വമുള്ളതാക്കും, അങ്ങനെ നീയും ഒരു അനുഗ്രഹമാകും. 2 കരം ഉയർത്തി, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ നാമം മഹത്വമുള്ളതാക്കും, അങ്ങനെ നീയും ഒരു അനുഗ്രഹമാകും. കരങ്ങളടിച്ചൊരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചേ. കരങ്ങളടിച്ച് സ്തുതിക്കുക. മടിക്കല്ലേ. ദൈവത്തെ സ്തുതിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അത്ഭുതങ്ങൾ ഉള്ള ദൈവത്തിന് വളരെ പെട്ടെന്ന് അനുഗ്രഹത്തിന്റെ ഒരു സ്ഥലവും ഒരു വലിയ ചെങ്കോലും ഒരു രാജകൊട്ടാരവും ഒരു അഭിഷേകവും ഒക്കെ അങ്ങോട്ട് കൊടുത്താൽ പോരെ? എന്തിനാണ് നീ സൃഷ്ടിച്ചവൻ തന്നെ അനുഗ്രഹിക്കുന്നത്? അബ്രഹാം, നീ കണ്ണടച്ചേ, നീ കണ്ണടച്ച് പിടിക്കട അബ്രഹാം. ഇനി തുറന്നോ? കണ്ടോ, കൊട്ടാരം, പരിചാരകന്മാര്, സ്വർണം, പവിഴം, ആപ്പിള് കഴിക്കാൻ പ്രതീക്ഷ പോലെ സ്ഥലം, പോരെ? സന്തോഷമായില്ലേ? എന്നിങ്ങനെ പറഞ്ഞാ പോരെ ദൈവത്തിന്? അപ്പം വർദ്ധിപ്പിച്ചതുപോലെ അത്ഭുതകരമായ ഒരു സ്ഥലവും വാസഗവും ഒരു കൂടാരവും ഒരു പൊന്നണിഞ്ഞ മണിമേടയും വീഞ്ഞു പകരുന്ന ദാസിമാരും പെട്ടെന്ന് പുൽമേടിൽ നിന്നുണ്ടായി വന്ന കുറച്ച് ആട്ടിൻകൂട്ടവും കൊടുത്തിട്ട് പൊന്നുകുഞ്ഞെ നീ സന്തോഷത്തോടെ ജീവിച്ചോളാൻ പറഞ്ഞാൽ പോരെ? ദൈവം അനുഗ്രഹത്തിന്റെ സ്ട്രാറ്റജി പഠിപ്പിക്കുക നമ്മളെ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ സ്വരം അങ്ങോട്ട് ഉയരട്ടെ, ഹല്ലേലൂയ. സ്വരം അങ്ങോട്ട് ഉയരട്ടെ, ഹല്ലേലൂയ. സൃഷ്ടിച്ചവൻ തൻ്റെ സൃഷ്ടിയെ അനുഗ്രഹത്തിന്റെ രക്ഷപ്പെടാനുള്ള സ്ട്രാറ്റജി പഠിപ്പിക്കുക. ദൈവം തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ നാമം ഞാൻ തന്നെ ഗ്ലോറിഫൈ ചെയ്യും, അങ്ങനെ നീ ഒരു അനുഗ്രഹമാകും. തൊട്ടടുത്ത് സിസ്റ്റേഴ്സിനെ പീഡിപ്പിച്ചു. കേരളം മുഴുവൻ ഉണർന്നു, സമരസജ്ജമായി, ഭയങ്കര പ്രതിഷേധം, ഭയങ്കര ബഹളം. എല്ലാം നല്ലത് തന്നെ. ഈ ഇട്ടാവട്ട കേരളത്തിൽ ഇവിടെ മാത്രമുള്ള ക്രിസ്ത്യാനികള് പ്രിയപ്പെട്ടവരെ നിലവിളിച്ച് കരഞ്ഞ് പ്രതിഷേധിച്ചു. നല്ല കാര്യം. പക്ഷേ യേശുവിന്റെ നാമത്തെ അധിക്ഷേപിച്ച മനുഷ്യന്റെ ആത്മാവിനെ തൊടാൻ നമ്മൾ എന്നാ എടുത്തു? നമ്മൾ കുറെ ലഹളയുണ്ടാക്കി, കുറെ സംവാദം നടത്തി. നല്ല കാര്യം, അത് നല്ല ചെയ്യേണ്ടതൊക്കെയാണ്. പ്രതിഷേധിക്കണം, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് സംവാദം നടത്തണം. പക്ഷേ അവരെ യേശുവിന്റെ നാമത്തെ അവഹേളിച്ചവരുടെ ചങ്കിനെ നേടാൻ, അവരുടെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ഇടാൻ നമ്മൾ എന്നാ കുന്തം ചെയ്തു? ആർക്കറിയാം? ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ? കേരളം മുഴുവൻ അണിനിരന്നു. ബഹുമാനപ്പെട്ട പെന്തക്കോസ്തക്കാരും യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും ക്രിസ്തീയ ഐക്യത്തിന് വലിയ കാരണമായി. ദൈവത്തിന് സ്തുതി. പക്ഷെ എന്റെ ചോദ്യം, ഇവിടുത്തെ തെരുവുകളെ ഉണർത്തിയതിനപ്പുറം അവരുടെ ആത്മാക്കളെ ഉണർത്താൻ പ്രാർത്ഥിക്കുന്ന നമ്മൾ എന്ത് ചെയ്തു? കുരിശിൽ കിടന്ന് ക്രിസ്തു മിശിഹ അനുഗ്രഹിച്ചതുപോലെ കന്യാസ്ത്രീകൾക്ക് കണ്ണീര് കുടിപ്പിച്ചവരെ ഓർത്ത് അനുഗ്രഹിച്ചവര് മാത്രം, കള്ളത്തരം പറയില്ല നിങ്ങൾ, അനുഗ്രഹിച്ചവര് മാത്രം ഒന്ന് കരമുയർത്താവോ? ഒരൊറ്റ ആളില്ല. നമ്മളും സഭയുടെ പക്ഷം ചേർന്നു, നെടുവീർപ്പിട്ടു, വലിയ റിമോഴ്സ് കാണിച്ചു, ഇതെന്തോ വലിയ ക്രൂരന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മളും പരിതപിച്ചു, ആവേശം കാണിച്ചു. ഒന്നും തെറ്റല്ല. പക്ഷെ ഈ ആവേശ കൊടുമുടി കൊണ്ട് മിശിഹായെ അവഹേളിച്ച മനുഷ്യന്റെ ആത്മാവിൽ നിങ്ങൾ എന്ത് കൊടുത്തു? നമ്മുടെ പ്രൊട്ടസ്റ്റ് കണ്ട് അവരമരുവോ? നമ്മൾ ഷൂ എന്ന് വെച്ചാൽ കൊത്താൻ നിൽക്കുന്ന പാമ്പ് പത്തി താഴ്ത്തുമോ? ഒരിക്കലുമില്ല. ഇവിടെയാണ് ഇത്രയും വർഷത്തെ നമ്മുടെ ക്രിസ്തീയതയും ആരാധനയും ചത്തുപോകുന്നത്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമുക്കെല്ലാം അറിയാം, നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല. നമുക്ക് ബോധമില്ലേ? എത്രയോ വർഷങ്ങളായി
പ്രശാന്ത് അച്ഛൻ്റെ നാവിൽ നിന്നുൾപ്പെടെ എത്രയോ വർഷങ്ങൾ നമ്മൾ കേട്ടു, അനുഗ്രഹിക്കണം. കേരളത്തിലെ സകല ധ്യാന കേന്ദ്രങ്ങളും പറയുന്നു അനുഗ്രഹിക്കണം. പക്ഷെ നമ്മളത് ചെയ്യത്തില്ല. നോക്കിക്കേ, ഇത്രയും തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ പോലും ആ പീഡകരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വീഴാൻ അവരെ അനുഗ്രഹിച്ചില്ല. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറഞ്ഞ് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഛത്തീസ്ഗഡിൽ ശുശ്രൂഷിക്കുന്ന ഇതിനു മുമ്പ് ശുശ്രൂഷിക്ക് ഛത്തീസ്ഗഡിൽ പോകാനിട വന്നു. ഒരു അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയുക, നിങ്ങൾ എന്താ ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾ ആരെയായി പ്രീതിപ്പെടുത്തുന്നത്? ഏതോ പേടിയിൽ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടിയോട് ക്രിസ്ത്യാനികൾ ചേരുന്നു. അച്ഛൻ പറയുക, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ശരി, എനിക്ക് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. നമ്മൾക്ക് നാണക്കേട് വന്നു. കേരളത്തിൽ നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും നിന്ന് പൊരുത്തപ്പെട്ടു പോകാൻ, നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ താൽക്കാലികമായി ചില സഖ്യങ്ങൾക്ക് പോകുന്നു. ചിലരോടുള്ള ആശയപരമായ വിരോധം തീർക്കാൻ മറ്റു ചിലരോട് ചേരുന്നു. ഇവിടെ യേശുവുണ്ടോ പ്രിയപ്പെട്ടവരെ? അച്ഛൻ പറയുക, നമുക്ക് കർത്താവേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ബോധമില്ലേ? നമുക്ക് ആരോടും വിരോധമില്ല, ഹൃദയത്തിൽ ആരോടും പക പാടുമില്ല. പക്ഷെ നമുക്ക് ദൈവഹിതമല്ലാത്ത സഖ്യങ്ങൾ എന്തിനാ? ഛത്തീസ്ഗഡിലെ അച്ഛൻ പറയുക, നമുക്ക് കർത്താവേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ഇതുവരെ ബോധ്യമില്ലേ? കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തേക്ക് ചോദിച്ച ചോദ്യമാണ്. അനുഗ്രഹിക്കേണ്ട നമ്മൾ അത് ചെയ്യത്തില്ല. ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി നാം ഒന്നും ചെയ്യത്തില്ല. നാം വെറുതെ ബഹളമുണ്ടാക്കി നമ്മുടെ ആയുഷ്കളെയും. വലതുകരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ? കരങ്ങൾ വീശി പറയുമോ ഹല്ലേലൂയ? ഇവിടെ ഈ പ്രപഞ്ചത്തെ നേടാൻ നമുക്കുള്ളത് ഈ ഒരു വലിയ ആയുധമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവം പറയുക, അബ്രഹാം, നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. വലതുകരം ഉയർത്തിപ്പിടിക്കാവോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ നാമം മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമാകും എന്ന വചനം നീ മനസ്സിൽ കൊണ്ടു നടന്നത് കൊണ്ട്, നീ പുല്ലിനെയും പൂവിനെയും സകലരെയും അനുഗ്രഹിച്ചത് കൊണ്ട് നിന്നിലൂടെ നീ തൊട്ടതും കണ്ടതും എല്ലാം അനുഗ്രഹിക്കപ്പെടും. രണ്ട് കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അത് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, ഈ അബ്രഹത്തിന്റെ വീട്ടിൽ നല്ല വഴക്കുണ്ടായി. നിങ്ങൾ നേരെ ഇരിക്കാവോ? ഉറങ്ങാത്തവർ നേരെ ഇരിക്കുക. ഉറങ്ങാത്തവർ അപ്പോൾ ഉറങ്ങുന്നവരോടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഉറങ്ങുന്നവർ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഉറങ്ങുന്നവർ ചാരിയിരിക്കണം. ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് ചാരിയിരിക്കുക. അവിടെ വെച്ചിരിക്കുന്നത് പറഞ്ഞപ്പം നിങ്ങൾ ചാരി ഇരുന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് കൈ ഇങ്ങനെയൊന്ന് ബാലൻസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് സാമാന്യം നന്നായിട്ട് അങ്ങ് ഉറങ്ങാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് വല്ലോ ഹല്ലേലൂയൊക്കെ പറയുകയാണെങ്കിൽ എന്നോട് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഉറങ്ങാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവർ വിഷമിക്കാതെ ചാരിയിരിക്കുക. നല്ലപോലെ ചാരി ഇരുന്നിട്ട് നമ്മുടെ രണ്ട് കൈയിലും കൈയൊന്നൊക്കെ വെച്ച് ഒന്ന് മുറുകെ പിടിച്ചിരിക്കാമെങ്കിൽ ഒരു ഗുണമുള്ളത്, ഈ ചളുക്കോ പുളുക്കോ ഒന്ന് ആടാതെ ഉറങ്ങാൻ പറ്റും. അപ്പം എനിക്ക് നോക്കുമ്പം അയ്യോ അഗാധമായി ധ്യാനിക്കുകയാണല്ലോ എന്നോർത്ത് എനിക്ക് നല്ല സമാധാനമായിരിക്കും. നിങ്ങളിങ്ങനെ ആടുന്ന കാണുമ്പോഴാണ് എനിക്ക് ഒരു ദണ്ണം വരുന്നത്. അപ്പം ചാരി ഇരുന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് സുഖമായിട്ട് അങ്ങ് ഉറങ്ങാമെങ്കിൽ വചനം കേട്ട് ധ്യാന നിർലീനനായെന്ന് ഞാനങ്ങ് ഓർത്തോളാം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറയാമോ ഹല്ലേലൂയ? അബ്രഹത്തിന്റെ വീട്ടിൽ നല്ലപോലെ വഴക്കുണ്ടായി. ലോത്തും ആളുകൾ എന്ന് ശണ്ടയോട് ശണ്ട. രാത്രി വഴക്ക് തീർക്കാനേ അബ്രഹത്തിന് നേരമുള്ളൂ. പല ദിവസം എൻ്റെ ലോത്തെ എന്നാണ് അവിടെ വഴക്ക്? അപ്പോൾ എൻ്റെ ചേട്ടായി അത് അങ്ങനെ നിങ്ങളുടെ ആളുകൾ ഞങ്ങളെ ചതിച്ചു, വെള്ളം തന്നില്ല, കുന്തം ഞങ്ങളുടെ ആഹാരം എടുത്തുകൊണ്ട് പോയി. എൻ്റെ പൊന്നുകുഞ്ഞെ നീയും നിന്റെ മക്കളും ഞാനും എൻ്റെ ആളുകളും തമ്മിൽ ശണ്ട കൂടുന്ന ശരിയല്ലല്ലോടാ. ഞാൻ എന്നാന്ന് വെച്ചാൽ ചെയ്തേക്കാം. പിറ്റേന്ന് ചോദിച്ചപ്പോഴും പിറ്റേന്ന് ചെന്നപ്പോഴും വഴക്ക്. ഒടുവിൽ അബ്രഹാം സഖി കെട്ടിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു വന്നേ, ബാ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. അവ ലോത്ത് എഴുന്നേറ്റ് വന്നു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, പൊന്നുകുഞ്ഞെ മടുത്തു, എനിക്ക് വയ്യ, എനിക്ക് ഈ വഴക്കുണ്ടാക്കി ഈ വഴക്ക് തീർക്കാനേ സമയമുള്ളൂ. ഒരു കാര്യം ചെയ്യേ, എൻ്റെ പൊന്നുകുഞ്ഞെ നീയും നിൻ്റെ ആൾക്കാരും എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കോതേ, നീ വിഷമിക്കണ്ട. നീ തെക്കോട്ട് പോയാൽ, ബാക്കി പറ, നീ തെക്കോട്ട് പോയാൽ ഞാൻ എത്തേണ്ട കിടക്കുന്ന, നീ തെക്കോട്ട് പോയാൽ ഞാൻ വടക്കോട്ട് പൊക്കോളാം, നീ വടക്കോട്ട് പോയാൽ ഞാൻ തെക്കോട്ട് പൊക്കോളാം, നീ കിഴക്ക് ഭാഗം തിരഞ്ഞെടുത്താൽ ഞാൻ
പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെക്കോളാം. നീ പടിഞ്ഞാറാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പൊന്നുകുഞ്ഞെ ഞാൻ കിഴക്ക് ഭാഗം കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. 2 കരവും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഒരുമിച്ച് പറ ഹല്ലേലൂയ. ലോത്ത് എന്നാ അടുത്തെന്നറിയോ? ലോത്ത് നോക്കിയപ്പം ഒരു നല്ല സ്ഥലമെല്ലാം പവിഴമുന്തിരി പുത്തുലയുന്ന പ്രദേശം, സ്വർണ്ണ ഗോതമ്പ് വിളയുന്ന പ്രദേശം. ഈ ലോത്തുണ്ടല്ലോ, തരി പോലും മനസാക്ഷി കാണിക്കാതെ അബ്രഹത്തിന്റെ നല്ല സ്ഥലം മൊത്തം തെരഞ്ഞെടുത്തു. അബ്രഹത്തിന് അങ്ങനെ തന്നെ വേണം. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. വലിയ ദീർഘക്ഷമ കാണിച്ചതാ. നല്ല ഭാഗം മുഴുവനും തെരഞ്ഞെടുക്കപ്പെട്ടു. അബ്രഹത്തിന് കിട്ടിയത് കരിങ്കൽ കാട്. ആ കുടിലിന്റെ മുമ്പിൽ അന്ന് രാത്രി ഇരുന്ന് കരയുമ്പോഴാണ്, ബാക്കി നിങ്ങൾക്ക് പറയാമോ? അന്ന് രാത്രിയാണ് ദൈവം അബ്രഹത്തെ സന്ദർശിക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ വന്ന വിശേഷം ഇതല്ല. 2 കരങ്ങളും ഉയർത്തി പറ. എന്നാ ഇവിടെ എന്നാ ബഹളം? എന്നാ ബഹളം? എന്നാ പറ്റി? ഇവിടെ അല്ലെന്നേ, ഇവിടെ അല്ല. അബ്രഹത്തിന്റെ വീടിന്റെ പുറകെ ഒരു ഭയങ്കര ബഹളം. അബ്രഹം ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എന്നെ ബഹളം എന്നാ ചോദിച്ചത്? അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു, അയ്യോ അങ്ങൊന്നും അറിഞ്ഞില്ലേ, ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അബ്രഹാം പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ പൊട്ടനെ ദൈവം ചതിക്കും എന്ന് അബ്രഹാം പറഞ്ഞില്ല. തന്നെ ചതിച്ചിട്ട് ഏതാണ്ട് കൊമ്പത്തെത്തിയെന്നോർത്ത് അഹങ്കരിച്ച പൊട്ടനെ, ലോത്തിനെ മാനമായിട്ട് അബ്ഡിക്കേറ്റ് ചെയ്ത് പിടിച്ചോണ്ട് പോയി. അബ്രഹത്തിന് പറയാം അല്ലേ, അബ്രഹത്തിന് പറയാം പണ്ടൊക്കെ ദൈവം പിന്നെ എന്നോടാവൻ കളിച്ചത്. പണ്ടൊക്കെ ദൈവം പിന്നെ ഇപ്പോ ദൈവം കൂടെ. എന്നെ പറ്റിച്ചിട്ട് അവൻ ശരിക്കൊന്ന് ഉറങ്ങിയോ? അതിനു മുമ്പേ കാണിച്ചില്ലേ? അത് അവൻ ബോധം വേണം. അവൻ എൻ്റെ അടുത്താ കളിച്ചത്. എത്ര മനസാക്ഷി ഞാൻ കാണിച്ചതാ. അവൻ എന്നെ പറ്റിച്ചിട്ട് എൻ്റെ ചോരയെ കൊണ്ട് അവൻ വീട് വെക്കുന്നത്. ദൈവം കൊണ്ട് ചോദിക്കാൻ, ഇതല്ല ഇതിൻ്റെ അപ്പുറം അവന് സംഭവിക്കും എന്ന് പറയേണ്ടതാ. അബ്രഹാം എന്തെടുത്തെന്നറിയാവോ? അനുഗ്രഹിക്കാൻ പഠിച്ച അബ്രഹാം ആ രാത്രിയിൽ വീരന്മാരെ കൂട്ടിപ്പോയി പിടിയിലകപ്പെട്ട ലോത്തിനെ മോചിപ്പിച്ചു കൊണ്ടുവന്നു. അങ്ങനെ തന്നെ വഞ്ചിച്ച ലോത്തിനെ ചങ്കോട് ചേർത്ത് മോചിപ്പിച്ചു തിരിച്ചു വന്ന വഴിക്ക് ആരെങ്കിലും പറയാമെങ്കിൽ 1,00,000 രൂപ ആരാ? ഉറക്കെ പറയണം. ആ വഴിക്കാണ് ആദ്യമായി മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും ഉയർത്തിയത്. ആദ്യത്തെ കുർബാന ചങ്കിൽ നീരസം വെച്ചുകൊണ്ടിരിക്കാൻ അർഹതയുണ്ടായിരുന്നിട്ടും അപ്പനായ ദൈവം എന്നെ അനുഗ്രഹിച്ചതിന്റെ സ്ട്രാറ്റജി ചങ്കിൽ കൊണ്ടു നടന്ന അബ്രഹാം, ഉൽപ്പത്തി 12:2 പോലെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ നാമത്തെ മഹത്വമാക്കി. അങ്ങനെ ഞാനൊരു അനുഗ്രഹമായെങ്കിൽ ഞാനും അനുഗ്രഹിക്കും, എൻ്റെ ലോത്തിന്റെ നാമത്തെ ഞാനും മഹത്വമാക്കും. അങ്ങനെ അവനും ഒരു അനുഗ്രഹമാകുമെന്ന് വിശ്വസിച്ച അബ്രഹത്തിന്റെ മുമ്പിലാണ് ആദ്യമായി അപ്പവും വീഞ്ഞും ഉയർന്നതെന്ന് നാം മറന്നു പോകരുത്. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയുമോ ഹല്ലേലൂയ. ആദ്യമായിട്ട് അപ്പവും വീഞ്ഞും കുർബാനയുടെ ആദ്യത്തെ നിഴല് സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായത് അനുഗ്രഹിച്ച അബ്രഹത്തിന്റെ മുമ്പിലാ. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താവോ? കരങ്ങൾ അടിച്ച് മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയല്ല, ശക്തമായിട്ട് കരങ്ങൾ അടിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എൻ്റെ വീട് ചമ്പക്കുളത്താണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുമ്പം അറിയാത്തവരോട് ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ വീട് ചമ്പക്കുളത്താണ്. എൻ്റെ വീട്ടിൽ എല്ലായ്പ്പോഴും പറഞ്ഞ കഥകളാണ് ഇതൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ 12 മക്കളുണ്ട്. ഞാനാണ് 12ാമത്തെ ആള്. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ 12 പേരിൽ തന്നെ ആരെത്രാമത്തതാണെന്ന് എനിക്ക് വലിയ ബോധമില്ല. കൊച്ചുമക്കളുടെ പേരറിയാം, ആരുടെ മക്കളാണെന്നും അറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പം എൻ്റെ പൊന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. റിൻഡായുടെ കുഞ്ഞുങ്ങളാണോ, സൂരജിൻ്റെ കുഞ്ഞുങ്ങളാണോ, വിൽസന്റെ കുഞ്ഞുങ്ങളാണോ, റജിറ്റിൻ്റെ കുഞ്ഞുങ്ങളാണോ, എനിക്ക് ഭയങ്കര പങ്കപ്പാടാണ്. ഇതുങ്ങളെല്ലാം കൂടെ ഊത്ത പോലെ എൻ്റെ അടുത്ത് വരുമ്പം നിങ്ങളുടെ പേര് പോലും എനിക്കറിയത്തില്ല. 39-40 മക്കളുടെ കൊച്ചുമക്കൾ അത്രയുണ്ട്. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? ശ്രദ്ധിച്ച് പറ ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളുടെ തലമുറയിൽ 12 മക്കളിൽ 3 പേര് പോയി,
മരിച്ചുപോയി. അവരൊക്കെ കുറച്ച്, ഞാൻ തന്നെ 58 വയസ്സുകാരനായി. അപ്പോൾ അവർക്കെല്ലാം 65, 70, 74, 80, 82 വയസ്സൊക്കെ ആയി. ഏറെ പേര്, 3-4 പേര് പോയി, ഈശോയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അവരൊക്കെ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ആ ബന്ധമൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞു. പിന്നെ മക്കളുടെ മക്കൾ, അതായത് ഞങ്ങൾ മക്കൾ 12 പേര്, അവരുടെ മക്കൾ പുറത്തും അകത്തും ഒക്കെ ആയി ചിതറിക്കിടക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങള് ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പം അവർ ഷായി ചാച്ചാ, കൊച്ചപ്പാപ്പ എന്നൊക്കെ വിളിക്കുമെന്നല്ലാണ്ട് മിണ്ടാനും വരത്തില്ല, പറയാനും വരത്തില്ല. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എനിക്കൊരു കുറച്ച് നാളായിട്ട് വല്ലാത്തൊരു അന്യതാബോധം. ഞങ്ങളുടെ മക്കൾ സ്വർഗത്തിലേക്ക് കുറച്ച് പേര് പോയി, ഉള്ളവർ തമ്മിൽ കാണുന്നില്ല, ബന്ധം കുറയുന്നു. പിന്നെ അവരുടെ മക്കള് 2ാം തലമുറക്കാർ ഈറ്റും വിൽസനും ഒക്കെ ഓരോ ജോലിയിലും ഭാരങ്ങളും ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ, അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഒരുമിച്ച് 2 കരവും ഉയർത്തി പറയാമോ ഹല്ലേലൂയ. എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമായതുകൊണ്ടും നമ്മുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു വല്ലാത്ത അന്യതാബോധം. എൻ്റെ മനസ്സിനെ അത് വീർപ്പ് മുട്ടിച്ചു. കുടുംബക്കാരുടെ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോഴും കുർബാന കഴിയുമ്പോൾ ഞാനൊരു അന്യനെ പോലെ നിൽക്കുന്നു. എൻ്റെ അടുത്തേക്കൊരു ആരും ഓടി വരുന്നില്ല, എനിക്കും അവരുടെ അടുത്തേക്ക് പോകാനൊരു ബന്ധം കിട്ടുന്നില്ല. ഞാൻ എന്തെടുത്തെന്നറിയാവോ? ഞാൻ വെറുതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കൊച്ചുമക്കളെ കണ്ടവരുടെ എല്ലാം ശിരസിൽ ഒരു കുരിശ് വരച്ചിട്ട് ചുമ്മാ, അവർ പോലും അറിഞ്ഞില്ല, പൊന്നുകുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇങ്ങനെ അവരെ അനുഗ്രഹിച്ച് ചുമ്മാ തൊട്ട് അനുഗ്രഹിച്ച് ബ്ലസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അവരറിഞ്ഞില്ല, ചുമ്മാ തൊട്ട് തലോടി ഞാനങ്ങ് പോയി. 2ാം വട്ടവും ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ ഒരിക്കൽ കൂടി ഞാൻ അനുഗ്രഹിച്ചു. അവരെ കണ്ട ഒരു കല്യാണത്തിന് ഞാൻ കഴിയുന്നിടത്തോളം, ഒരിക്കൽ കോതമംഗലത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഫംഗ്ഷന് ചമ്പക്കുളത്തു നിന്ന് എല്ലാവരും വന്നിരുന്നു. ഞാൻ ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ച് എല്ലാവരെയും കൂട്ടി നിർത്തി എല്ലാവരെയും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. 2 കരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. കുറച്ച് പേരുടെ കൈ കാണുന്നേ ഇല്ല. ഹല്ലേലൂയ. എൻ്റെ കരങ്ങൾ വീശി പറ ഹല്ലേലൂയ. നിസ്സാരമായിട്ട് എടുക്കരുത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 20 ദിവസം 25 ദിവസം മുമ്പ് ചമ്പക്കുളത്ത് ചെന്നപ്പം, ഒരു കുർബാന സ്വീകരണത്തിന് ചെന്നപ്പം, എൻ്റെ പെങ്ങളുടെ കുഞ്ഞ് മകൻ വിൽസന്റെ മകൻ, എൻ്റെ ചേച്ചി ചിന്നമ്മ ചേച്ചിയുടെ മകൻ വിൽസന്റെ മകൻ നെയ്ത്തൻ, നിൽക്കുന്ന 5 or 6 വയസ്സുണ്ടോ എന്ന് എനിക്ക് സംശയം. നെയ്ത്തൻ ഓടി വന്നിട്ട് എന്നോട് വിളിച്ച്, ചാച്ചാ എനിക്ക് അപ്പം വായി വെച്ച് തരാമെന്ന് ചോദിച്ചു. ഞാൻ സ്റ്റണ്ടായിപ്പോയി. കാരണം എൻ്റെ കൊച്ചു, ഈ ഇപ്പോഴത്തെ കാലത്ത് വല്ലവരെ ഈ പിള്ളേരെ ചോറ് ഊട്ടുമ്പം ചോറ് ഊട്ടിയതല്ലാണ്ട് ആരും വന്നിട്ട് അച്ഛാ എനിക്ക് ഇച്ചിരി ഉരുട്ടി തരാമെന്ന് ചോദിച്ചിട്ടില്ല. ആ പിള്ളേരെ തന്നെ ഊട്ടുന്ന എന്ത് കഷ്ടപ്പെട്ടാ. തൈരും ചോറും ഒക്കെ കശക്കി കൊടുത്താലും പിള്ളേർ കുറച്ചൊക്കെ തുപ്പി നമ്മുടെ മോന്തയ്ക്ക് വിടും, താഴെ ഇടും, അതും കൈ പിടിച്ചിങ്ങനെ പിള്ളേരെ ചോറൂട്ടുന്ന എന്തൊരു കഷ്ടപ്പെടാ. ഇത് നിങ്ങൾ ആദ്യം ചോറ് തിന്നുമല്ലേ, ഈ പുളിയുള്ള തൈരും എല്ലാം കൂടെ നമ്മുടെ മോന്തയ്ക്കിട്ടും തുപ്പി അങ്ങനെ എടുക്കുന്ന പിള്ളേരാ. അല്ലാതെ ആരും വന്നിട്ട് എനിക്ക് ഇച്ചിരി ചോറ് വാരിത്തരാൻ പറഞ്ഞിട്ടില്ല. നെയ്ത്തൻ 6 വയസ്സുകാരൻ പറഞ്ഞു, ചാച്ചാ എനിക്ക് വാരിത്തരാവോ? അപ്പം ഞാൻ ഓർത്തത് ഇവൻ ചുമ്മാ ചിലപ്പോൾ ഉരുട്ടിക്കൊണ്ട് വരുമ്പോൾ ചെറുക്കൻ്റെ പാട്ടിന് പോകും. ഞാൻ നോക്കിയപ്പോൾ ഈ ചെറുക്കനോടെ നിൽക്കുക. ഒരു പാലപ്പം മുഴുവൻ 6 or 7 പ്രാവശ്യം ഞാൻ അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. ഒരുമിച്ചിട്ട് ഹല്ലേലൂയ പറയാമോ? അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ കൂടി ഞാൻ ചമ്പക്കുളത്ത് ചെന്നപ്പം, ഞാൻ ആ പള്ളിമുറ്റത്ത് കാലുകുത്തിയതേ ഈ കൊച്ചു ബാലൻ നെയ്തൻ ഓടി എൻ്റെ കൈ പിടിച്ചിട്ട് പള്ളിക്കകത്ത് കയറി. ഞാനിങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പം നെയ്തൻ എൻ്റെ കൂടെ തന്നെ നിൽക്കുക. മെല്ലെ ഇങ്ങനെ കൈ കാണിച്ച്, ഷായി ചാച്ചാ എന്നെ, ഇപ്പം ഞങ്ങളുടെ ചമ്പക്കുളം പള്ളിക്ക് ഒരു വിരിയുണ്ട്, വിരിക്കകത്ത മധുബഹ, ഷായി ചാച്ചാ എന്നെ അതിൻ്റെ അകത്ത് കൊണ്ടുപോകാവോ? ഞാൻ ആ കുഞ്ഞിനെ പെട്ടെന്ന് പുറകുവശം വഴി ഇറങ്ങി സങ്കീർത്തിക്കകത്തൂടെ കയറ്റി മധുബഹയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. മധുബഹ എന്താണെന്ന് എനിക്കറിയാവുന്ന പോലെ ആ കുഞ്ഞിനെ പറ്റാവുന്ന പോലെ പറഞ്ഞു കൊടുത്തു. അവനതെല്ലാം കേട്ടു നിന്നു. നോക്കിക്കേ, ചമ്പക്കുളത്ത് ഞാൻ അനുഭവിച്ച ഒരു ഏലിയനേഷൻ ഉണ്ട്, ഒരു വിജനതയുണ്ട്, ആരുമല്ലാത്ത പോലെ ഒരു ചിന്ത, അനുഭവം. പക്ഷെ ഞാൻ വെറുതെ അവർ പോലും അറിയാതെ അവരെ ബ്ലസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പ്രായം മനസ്സും അവരോളം താഴ്ന്ന് അവരെ അനുഗ്രഹിച്ചു. ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് എന്നോളം ഉയർന്ന് എന്നെയും സ്നേഹിച്ചു. 2 കരങ്ങൾ ഉയർത്തി പറയാമോ ഹല്ലേലൂയ? കരങ്ങൾ വീശി പറയാമോ ഹല്ലേലൂയ? എല്ലാവരും കരങ്ങൾ വീശി പറ ഹല്ലേലൂയ. അവിടം കൊണ്ടും തീർന്നില്ല. വിൽസൺ ഇന്ത്യക്ക് പുറത്താണ്. കുഞ്ഞവിടെ ചെന്നിട്ട് പറയാ, ഷായി ചാച്ചാ തിരക്കാണോ? ഇവിടുത്തെ ഇളയ കുരുപ്പ് എപ്പോഴും ഷായി ചച്ചനോട് മിണ്ടണമെന്ന് പറയുക. ഷായി ചച്ചനെ തിരക്കാന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുക. ഇന്ന് സമയമുണ്ടെങ്കിൽ എടാ കുരുപ്പേ. ഉടനെ ആ കുഞ്ഞ് ഓടി വന്നു. ഉടനെ വീഡിയോയിൽ വന്ന് നോക്കിക്കേ,
നമ്മൾ ചെറുതായിട്ടൊന്ന് അനുഗ്രഹിച്ചപ്പം ആ കുഞ്ഞൊരു അനുഗ്രഹത്തിലേക്ക് വളരുകയാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹാലേലൂയ, 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 ഹാലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കേ. ഹാലേലൂയ, 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 ഹാലേലൂയ. സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എൻ്റെ യേശുവേ നന്ദി, ആരാധന. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവത്തെ സ്തുതിക്കേ. ഹാലേലൂയ, 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 ഹാലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഉറങ്ങിയവർക്ക് എന്നോട് ദേഷ്യമായിരിക്കും. ഉറക്കം പിടിച്ചു വന്നപ്പോൾ അങ്ങേരോട് ഒരു എഴുന്നേൽപ്പിക്കൽ. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എഴുന്നേക്കാമെങ്കിൽ മാത്രം എഴുന്നേച്ചാൽ കേട്ടോ. എന്നെ നിങ്ങളാരും വെറുത്തേക്കല്ലേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്കൊന്ന് കണ്ണുകളൊന്ന് അടയ്ക്കാം. അനുഗ്രഹിക്കാം, അനുഗ്രഹിക്കാം. അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹമാകാം. കരങ്ങളൊന്ന് നെഞ്ചിൽ വയ്ക്കാം. ഒന്ന് ശാന്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു അനുഗ്രഹിക്കാം, അനുഗ്രഹിക്കാം, അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. അനുഗ്രഹിക്കാം, അനുഗ്രഹിക്കാം, അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. അത് പതിച്ച ഓർമ്മകളെ അനുഗ്രഹിച്ച് 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 നമുക്ക് അതിനെല്ലാം അകറ്റാം. അനുഗ്രഹിക്കാം, അനുഗ്രഹിക്കാം, അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. ഇവിടെ നിന്ന് പാടാവോ? അനുഗ്രഹിക്കാം, അനുഗ്രഹിക്കാം, അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. അത് പതിച്ച ഓർമ്മകളെ അനുഗ്രഹിച്ചകലെ അകറ്റി വാഴാം. അത് പതിച്ച ഓർമ്മകളെ അനുഗ്രഹിച്ചകലെ അകറ്റി വാഴാം. താളം നിട്ട് തരാമോ? കരമടിച്ചൊന്ന് പാടാം. അനുഗ്രഹിക്കാം. കൈയടിക്കുന്നേ. ഏതായാലും ഈ രാത്രി നമ്മൾ മാറ്റിവെച്ചു. കരങ്ങളടിച്ചു പാടും. അനുഗ്രഹിക്കാം, അനുഗ്രഹിക്കാം, അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. അഭിഷേകം സ്വന്തമാക്കാം. അനുഗ്രഹിക്കാം, അനുഗ്രഹിക്കാം, അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. അനുഗ്രഹിക്കാം, അനുഗ്രഹിക്കാം, അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. അത് പതിച്ച ഓർമ്മകളെ അനുഗ്രഹിച്ചകളെ അകറ്റി വാഴാം. അത് പതിച്ച ഓർമ്മകളെ അനുഗ്രഹിച്ചകളെ അനുഗ്രഹിക്കാം, 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 അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. അത് പതിച്ച ഓർമ്മകളെ അനുഗ്രഹിച്ചകളെ അകറ്റി വാഴാം. അത് പതിച്ച ഓർമ്മകളെ അനുഗ്രഹിച്ചകളെ അകറ്റി വാഴാം. കരമുയർത്തി അടിച്ചു. കരമുയർത്തി അടിക്കുന്നേ. തലയ്ക്ക് മുകളിൽ കരങ്ങൾ അടിച്ച് അടിച്ച് അനുഗ്രഹമായതെങ്ങനെയാ സൃഷ്ടാവാം ദൈവം അനുഗ്രഹിച്ചല്ലേ. അബ്രാഹാമായതെങ്ങനെയാ സൃഷ്ടാവാം ദൈവം അനുഗ്രഹിച്ചല്ലേ. അബ്രാഹാം അനുഗ്രഹമായതെങ്ങനെയാ സൃഷ്ടാവാം ദൈവം അനുഗ്രഹിച്ചല്ലേ. പഠിക്കേ പഠിക്കേ. അബ്രാഹാം അനുഗ്രഹമായതെങ്ങനെയാ സൃഷ്ടാവാം ദൈവം
അനുഗ്രഹിച്ചല്ലേ അനുഗ്രഹിച്ചല്ലാതെ ഭൂമിയിലാരും ഉണരുകില്ല. അനുഗ്രഹിച്ചല്ലാതെ ഈ ഭൂമിയിലാരും ഉണരുകില്ല. അബ്രാഹാം അനുഗ്രഹം ആയതെങ്ങനെയാ? സൃഷ്ടാവ ദൈവം അനുഗ്രഹിച്ചല്ലേ. പഠിക്കേ. അബ്രാഹാം അനുഗ്രഹം ആയതെങ്ങനെയാ? സൃഷ്ടാവ പാടിക്കേ പാടിക്കേ. ഓ അബ്രാഹാം അനുഗ്രഹം ആയതെങ്ങനെയാ? സൃഷ്ടാവ ദൈവം അനുഗ്രഹിച്ചല്ലേ. അബ്രാഹാം ആയതെങ്ങനെയാ? സൃഷ്ടാവ ദൈവം അനുഗ്രഹിച്ചല്ലേ. അനുഗ്രഹിച്ചല്ലാതെ അഭിഷേകം ഭൂമിയിലാരും പ്രാപിക്കില്ല. അനുഗ്രഹിച്ചല്ലാതെ അഭിഷേകം ഈ ഭൂമിയിലാരും അനുഗ്രഹിക്കാം അനുഗ്രഹിക്കാം അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. അനുഗ്രഹിക്കാം അനുഗ്രഹിക്കാം അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാം. കടത്തോട്ടും വലത്തോട്ടും ചലിച്ച് വട്ടം കറങ്ങി എല്ലാവരും കരങ്ങൾ ചലിച്ചു. അത്ഭുതം വഴിയല്ല ദൈവം ആദിമക്കളെ ഉയർത്തിയത്. അത്ഭുതം വഴിയല്ല ദൈവം ആദിമക്കളെ ഉയർത്തിയത്. അനുഗ്രഹിച്ചുയർന്നിടുവാൻ തന്റെ മക്കളോട് കൽപ്പിച്ചുവല്ലോ. അനുഗ്രഹിച്ചുയർന്നിടുവാൻ തന്റെ മക്കളോട് ദൈവം കൽപ്പിച്ചുവല്ലോ. അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കാൻ അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാൻ. അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കാൻ അനുഗ്രഹിച്ച അഭിഷേകം സ്വന്തമാക്കാൻ. അത് പതിച്ച ഓർമ്മകളെ അനുഗ്രഹിച്ചകലെ അകറ്റി വാഴാൻ. അത് പതിച്ച ഓർമ്മകളെ അനുഗ്രഹിച്ചകലെ അകറ്റി വാഴാൻ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. കരം വീശി സ്തുതിക്കുക. ഹല്ലേലൂയ ആമേൻ അലയ്ക്ക് മുകളിൽ കരം വീശി സ്തുതിക്കുക. അലയ്ക്ക് മുകളിൽ കരം വീശി സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായ കരങ്ങൾ അടിച്ച് സ്തുതിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ഈശോയെ എന്റെ രക്ഷക എന്റെ ഈശോയെ എന്റെ രക്ഷക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോകം ലോകനെ ലോകം ലോകനെ ഹല്ലേലൂയ ഹല്ലേലൂയ. ജനങ്ങൾ അടിച്ചു സ്തുതിച്ചു. ഹല്ലേലൂയ 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 ഇന്ത്യ മഹാരാജ് ഇന്ത്യൻ പ്രധാനമന്ത്രി അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രതിപക്ഷം അനുഗ്രഹിക്കപ്പെടട്ടെ. മന്ത്രിമാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ സംസ്ഥാനവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നാഗാലാൻഡ് മുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹിമാചൽ പ്രദേശ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കേരളത്തിലെ ഗവൺമെന്റ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അക്രമികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അഴിമതിക്കാരുടെ മേലെ അഭിഷേകം വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ആരാധന. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ.
ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം ഹല്ലേലൂയ 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 സഹായിച്ചവരെ ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം IMSനെ അനുഗ്രഹിക്കുന്നു IMSനെ അനുഗ്രഹിക്കുന്നു ലോകത്തെമ്പാടുമുള്ള രോഗികളെ അനുഗ്രഹിക്കുന്നു ഹല്ലേലൂയ 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 ഹോര സ്വരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ അടുത്തു പോകല്ലേ മനസ്സ് മാറല്ലേ അടുത്തു പോകല്ലേ മനസ്സ് മാറല്ലേ തിരിച്ചു പോകല്ലേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് കണ്ടുപിടിക്കാം. ഇന്നോളം ആത്മാവിൽ ഞാൻ ചേർത്തതില്ല കണ്ണീരിൽ മുങ്ങിയോർക്കാൻ ഇന്നോളം ആരെയും ഞാൻ ആത്മാവിൽ ചേർത്തതില്ല കണ്ണീരിൽ മുങ്ങിയോർക്കായി ചങ്കുനീറി പ്രാർത്ഥിച്ചില്ല എപ്പോഴും എന്നുള്ളിൽ എൻ കാര്യം മാത്രമേ എന്നാളും എൻ ചങ്കിൽ എൻ നിയോഗം മാത്രമേ ഞാനെന്നും സൂക്ഷിച്ചുള്ളൂ ഈശോ ഞാനെന്നും സൂക്ഷിച്ചുള്ളൂ ഇന്നോളം ആരെയും ആത്മാവിൽ ഞാൻ ചേർത്തതില്ല കണ്ണീരിൽ മുങ്ങിയോർക്കായി നെഞ്ചുനീറി പ്രാർത്ഥിച്ചില്ല. കരങ്ങളൊന്ന് വിരിച്ചു പിടിക്കാം. ഇന്നോളം നമ്മുടെ ചങ്കിൽ നമ്മൾ അതുപോലെ ആരെയും ചേർത്ത് വെച്ചിട്ടുണ്ടോ? ഇന്നോളം ആരെയും ഞാൻ ആത്മാവിൽ ചേർത്തതില്ല കണ്ണീരിൽ മുങ്ങിയോർക്കായി നെഞ്ചുനീറി പ്രാർത്ഥിച്ചില്ല. എപ്പോഴും പ്രാർത്ഥനയിൽ എന്റെ നിയോഗം മാത്രമേ ഞാനെന്നും സൂക്ഷിച്ചുള്ളൂ. ഞങ്ങൾ വീണ്ടും വിരിച്ചു പിടിക്കാം. ആരെയും എന്നാത്മാവിൽ ഞാൻ ചേർത്തതില്ല കണ്ണീരിൽ മുങ്ങിയോർക്കാൻ നെഞ്ചുനീറി ഞാൻ പ്രാർത്ഥിച്ചില്ല. ശരിയല്ലേ? ഇന്നോളം ആരെയും ഞാൻ എന്നാത്മാവിൽ ചേർത്തതില്ല കണ്ണീരിൽ മുങ്ങിയോർക്കാൻ ഞാൻ നെഞ്ചുനീറി പ്രാർത്ഥിച്ചില്ല. നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവൻ നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സന്തോഷത്തോടെ ഇരുന്നാട്ടെ.
രണ്ടുപേരും നമുക്കൊന്ന് മനസ്സിൽ വയ്ക്കാം. ഇന്നോളം ഇച്ചിരി കുറയ്ക്കാം. ശബ്ദം ഒത്തിരി കലങ്ങി പോകുന്നുണ്ട്. അല്പം കൂടെ എഫക്റ്റ് തിരിഞ്ഞു കേട്ടോട്ടെ. വെരി ഗുഡ്. ഇന്നോളം ആരെയും എന്നാത്മാവിൽ ഞാൻ ചേർത്തതില്ല. കണ്ണീരിൽ മുങ്ങിയോർക്കായി ഞാൻ നെഞ്ചുനീരിൽ പ്രാർത്ഥിച്ചില്ല. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടതെന്ന് ചിലപ്പോൾ പ്രായോഗികമായിട്ട് നമുക്ക് സംശയം ഉണ്ടായിരിക്കും. എൻ്റെ ചോദിക്കാതെ അവരനുഗ്രഹിക്കപ്പെട്ട് പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? രാവിലെയും വൈകിട്ടും ഒക്കെ ഇങ്ങനെ എൻ്റെ മരുമോൾ അനുഗ്രഹിക്കപ്പെട്ട് എങ്ങനെ തോന്നു വെച്ചാൽ അവളെ അനുഗ്രഹിക്കാൻ അവിടെ വായിന്ന് വരുന്ന വർത്താനം കേട്ടാണ്ടല്ലോ. അപ്പം നമുക്ക് ചുമ്മാതെ അനുഗ്രഹിക്കാൻ എളുപ്പമല്ല. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ചുമ്മാതെ അനുഗ്രഹിക്കുന്നു ഇവരനുഗ്രഹിക്കപ്പെടട്ടെ അല്ലെങ്കിൽ എൻ്റെ ശത്രു അനുഗ്രഹിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. നമുക്ക് ചിലരെയൊക്കെ അനുഗ്രഹിക്കണമെന്നുണ്ട്. കുർബാനയിലൊന്ന് അനുഗ്രഹിച്ചു, പിന്നെ നിരന്തരം ചുമ്മാതെ ഇങ്ങനെ പറയാൻ എൻ്റെ പൊന്നച്ചോ, അവരുടെ ഓരോ ചെയ്ത്തൊക്കെ ഓർക്കുമ്പോൾ നമുക്കങ്ങനെ പറയാൻ തോന്നത്തില്ല. അപ്പൊ വെറുതെ ആളുകളെയും വ്യക്തികളെയും അനുഗ്രഹിക്കാൻ എളുപ്പമല്ല. ഉറക്കെ പറ ഹല്ലേലൂയ. സ്വരം കേൾക്കട്ടെ ഹല്ലേലൂയ. ഇവിടെയാണ് സങ്കീർത്തനം 107:20. കർത്താവേ അങ്ങ് ദൈവമായ കർത്താവ് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. എന്നോട് പറഞ്ഞേ, ദൈവമായ കർത്താവ് തൻ്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തി. സങ്കീർത്തനം 107:20 പറഞ്ഞേ, ദൈവമായ കർത്താവ് എങ്ങനെയാ സൗഖ്യപ്പെടുത്തി? എങ്ങനെയാ പറഞ്ഞേ? എല്ലാവരും പറ, ദൈവമായ കർത്താവ് തൻ്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തി. പറഞ്ഞേ എല്ലാവരും പറ. ദൈവമായ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ സ്ട്രാറ്റജി എന്താ? അവിടുന്ന് വചനം വെച്ച് കെട്ടി വചനം അയച്ച് സൗഖ്യപ്പെടുത്തി. പറഞ്ഞ് ദൈവമായ കർത്താവ് തൻ്റെ വചനം അയച്ചാണ് സൗഖ്യപ്പെടുത്തുന്നത്. എല്ലാവരും ഒന്ന് പറയും, മടിയില്ലെങ്കിൽ കരമുയർത്തി എന്ന് പറയാമോ? ദൈവമായ കർത്താവ് തൻ്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തി. നമ്മളെന്നെ എടുക്കണം? അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം അയച്ച് അവരെ അങ്ങ് പൊതിയണം. കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുകയും, ആ കരങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കരങ്ങൾ അടിക്കുക. വചനം അയച്ച് അനുഗ്രഹിക്കണം. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഞാനൊരു ഒന്നാം തരം ഉദാഹരണം പറയാം. എനിക്ക് കിട്ടിയ കഴിഞ്ഞ വർഷത്തെ അച്ഛന്മാരുടെ ധ്യാനം നടക്കുന്ന സമയത്ത് ഞാൻ അച്ഛന്മാർക്ക് വേണ്ടി സാലഡ് ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഞാൻ സാലഡുകൾ ഉണ്ടാക്കിയെടുക്കും. ഞാൻ മുട്ട പോലും വീട്ടിൽ പൊരിച്ചിട്ടില്ല. പക്ഷേ സ്നേഹം കൊണ്ട് ഞാനിങ്ങനെ വെള്ളരിക്കായും ഈ വയലറ്റ് കാബേജും ഒക്കെ അരിഞ്ഞിട്ട് ഓരോ രീതിയിൽ 22, 23 പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പുങ്കത്തരം പറയാം. പക്ഷെ എനിക്ക് ഭയങ്കര സാലഡുകൾ ഉണ്ടാക്കും ഞാൻ പല രീതിയിൽ. ചൈനീസ് കാബേജ് എള്ളും കൂടി ഇട്ടുണ്ടാക്കും. ചുമ്മാ ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് കാണിച്ചു തരും ഈശോ. സാലഡുകൾ ഉണ്ടാക്കും. അങ്ങനെ സാലഡ് ഉണ്ടാക്കി അച്ഛന്മാർക്ക് ഭയങ്കര സ്നേഹം. ഷാജിച്ച ഇതിൻ്റെ കൂട്ടെന്നതാ, ഇതിൻ്റെ ഗ്രേവി എന്നതാ, ഇതിൻ്റെ എന്നാക്കിയ ചേർക്കുന്നത്, ഇങ്ങനെ പലരും ഷാജിച്ച. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വായു വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ ഇന്ന് ഇച്ചിരി മത്തങ്ങ അരിഞ്ഞേക്കാമെന്ന് ഞാൻ ചിന്തിക്കും. മത്തങ്ങ അരിഞ്ഞേക്കാം, ഇച്ചിരി ക്യാരറ്റൂടെ അരിഞ്ഞേക്കാം, എന്നാൽ പിന്നെ അതിനകത്തൊരു ഇച്ചിരി വിളഞ്ഞു വന്ന് ഇച്ചിരി പപ്പായ ചേർത്തേക്കാം, സോസായിട്ട് ഇച്ചിരി മാങ്ങായും കുരുമുളകൂടെ അരച്ച് ചേർത്തേക്കാം. ഞാൻ തനിയെ ഉണ്ടാക്കും, അത് ഒത്തുവരും. അപ്പം മാങ്ങ കൊണ്ടൊക്കെ ഈ സോസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അവർക്ക് എന്നാ ചെയ്യും കറുത്ത് കിടക്കുന്നത്. ഞാൻ പറയാം എള്ളാ ചോറ്, അയ്യോ സൂപ്പറായിരിക്കുന്നു വെച്ചാൽ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സാലഡൊക്കെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുമ്പം 80 വയസ്സിന് മുകളിലുള്ളൊരു അച്ഛനെ വിധിക്കുന്നില്ല. അച്ഛൻ എന്നെ ദാരുണമായി, അച്ഛനൊരു വലിയ തെറ്റിദ്ധാരണയിൽപ്പെട്ടിട്ട് ദാരുണമായിട്ട് എന്നെ കോറിഡോറിൽ വെച്ച് ഇങ്ങനെ ഭത്സിക്കുക. അപ്പം എൻ്റെ ശിരസ് കുനിഞ്ഞു പോയി. വളരെ ഞാൻ നാണം കെട്ടുപോയി.
കോറിഡോറിൽ മേളിലൊക്കെ നിന്നുകൊണ്ട് അച്ഛന്മാർ കാണുന്നുണ്ട്. സലാഡൊക്കെ നല്ലതാ, സൂപ്പറാ ഷാജി അച്ഛന്നൊക്കെ പറഞ്ഞ് വായി നാക്കിട്ടില്ല. അതിനു മുമ്പേ എന്നെ അവർക്കെല്ലാം തെറ്റിദ്ധാരണ വരുന്ന പോലെ ഈ അച്ഛൻ, വലിയച്ഛൻ, നല്ല രാജപ്രൗഢിയുള്ളവൻ. അപ്പൊ എനിക്കെന്തോ വലിയ പിഴവ് പറ്റി എന്ന് അവർക്കൊക്കെ തോന്നത്തക്ക വിധത്തിൽ അച്ഛൻ എന്നെ വല്ലാതെ ഭത്സിച്ചു. എൻ്റെ സൽപ്പേരും എല്ലാം പോയി. ഞാൻ വളരെയധികം വിഷമിച്ചു പോയി. ഞാൻ വന്നെൻ്റെ മുറിയിൽ വന്നപ്പം എനിക്കൊരു വചനം ഓർക്കാൻ കിട്ടി. സുഭാഷിതങ്ങൾ 21:1 പറഞ്ഞേ, എല്ലാവരും പറ. സുഭാഷിതങ്ങൾ 21:1 പറ. സുഭാഷിതങ്ങൾ. വചനവിതാണ്, രാജാവിൻ്റെ ഹൃദയം പറഞ്ഞ് കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്, അവിടത്തേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവിടുന്ന് അതിനെ ഒഴുക്കി വിടുന്നു. എല്ലാവരും ഒന്ന് പറയാൻ നോക്കിക്കേ, രാജാവിൻ്റെ ഹൃദയം. എല്ലാവരും പറയാൻ നോക്കിക്കേ, രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്, തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവിടുന്ന് അതിനെ ഒഴുക്കി വിടുന്നു. നിങ്ങൾ എന്നെ നോക്കിക്കേ, ഞാൻ ഈ വചനത്തിൽ രാജാവ് എന്ന പദത്തിന് പകരം എന്നെ അധിക്ഷേപിച്ച അച്ഛൻ്റെ ഹൃദയവും എൻ്റെ കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്, അവിടുത്തേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കി വിടുന്നു എന്ന വചനം വെച്ചിട്ട് അച്ഛനെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ശ്രമീർത്തിപ്പറ ഹല്ലേലൂയ. ഞാൻ തലങ്ങും വിലങ്ങും. അന്ന് എനിക്ക് ഭയങ്കരമായ കണ്ണുനീര് വന്നു. എൻ്റെ മുറിയിലൊന്ന് മുട്ടുകുത്തി. അങ്ങനെ ഒത്തിരി സമയം ഞാൻ മുട്ടുകുത്താറില്ല. എൻ്റെ മുറിയിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ പറഞ്ഞു, രാജാവിൻ്റെ ഹൃദയം എന്ന പദത്തിന് പകരം എന്നെ അധിക്ഷേപിച്ച അച്ഛൻ്റെ ഹൃദയം കർത്താവിൻ്റെ കയ്യിലെ അരുവിയാണ്, അവിടത്തേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവിടുന്ന് അതിനെ ഒഴുക്കി വിടുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. രാജാവിൻ്റെ ഹൃദയം എന്നതിന് പകരം ഞാൻ ഇത് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയത്ത് 2 കാര്യം നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവമേ, അന്നാ ധ്യാനഗുരുവിന് നന്ദി പറയാനുള്ള നിയോഗം എന്നെ ചവിട്ടി പൊട്ടിച്ച അച്ഛന് തന്നെ കിട്ടി. അച്ഛൻ നന്ദി പറയാൻ പോയപ്പോൾ തമ്പുരാനെ, ഞാൻ അവിടുന്ന് പമ്മി അങ്ങ് പോയി. ഇനി എന്നെക്കുറിച്ചെങ്ങാനും ഇനി അതിനകത്തെങ്ങാനും പറഞ്ഞാലോ എന്നോർത്ത്. അപ്പോൾ തേണ്ടടാ, നിങ്ങൾക്ക് കുറച്ച് സാലഡൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. എന്നാ പറയാൻ പറ്റുന്നത്? അങ്ങനെ പുള്ളി പ്രത്യേക രീതിയിലാണ് സംസാരിക്കും. നമുക്ക് കുറച്ച് സാലഡൊക്കെ കിട്ടിയില്ലേ, എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം. ഞാൻ ഇനി എന്നാ പറയാൻ പറ്റുന്നത്? ഞാൻ അതിനകത്ത് വല്ല വിഷം കയറ്റി എന്നൊക്കെയാണ് പറയാൻ പറ്റുന്നത്, എനിക്കറിയത്തില്ല. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഞാനിവിടുന്ന് പമ്മി പോവുകയാണ് കിച്ചണിലേക്ക്. ഇങ്ങനെ എന്നാ പറയാൻ പോകുന്ന അറിയത്തില്ലോ. എനിക്കറിയാം നിങ്ങളതെല്ലാം നന്നായി ആസ്വദിച്ചിട്ടുണ്ടെന്ന്. ഷാജി അച്ഛൻ പാട്ട് പാടുമെന്ന് എനിക്കറിയാം. പഠിക്കാനും എൻ്റെ അച്ഛനെ പഠിപ്പിച്ച ആളാ. പഠിക്കാനും മിടുക്കനായിരുന്നു. പക്ഷേ പാചകത്തിൽ വിദഗ്ധനാണെന്ന് ഇന്ന് തെളിയിച്ചു. നമുക്ക് ഷാജി അച്ഛനെ മരിയൻ, മാതാവിൻ്റെ അച്ഛനെന്ന് വിളിക്കുന്നവിടെ ഇനി നമുക്ക് സാലഡ് അച്ഛനെന്നും കൂടി വിളിക്കാം. ഞാനിങ്ങനെ അന്തം വിടുകയാണ്, ഇങ്ങേര് തന്നെയാണോ എന്ന് തെറി പറഞ്ഞത്. ആ ജനത്തിൻ്റെ മുമ്പിൽ വളരെ മനോഹരമായി എന്നെ ഉയർത്തി. ഞാൻ മുറിയിലിരുന്ന് അച്ഛനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാനും ഒരനുഗ്രഹമായി. ഒരുമിച്ച് പറ ഹല്ലേലൂയ. മാത്രമല്ല, എനിക്ക് ഒരു സഹോദരനെ സഹായിക്കാൻ ഇച്ചിരി പണം ആവശ്യമായിരുന്നു. ആരോടെന്ത് ചോദിക്കും? ഈ കാലഘട്ടത്തിൽ ആരോടെന്ത് ചോദിക്കാനാണ്? എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ അക്കൗണ്ടിൽ അന്ന് 4000 ചില്ലുവാൻ രൂപയുണ്ട്. എനിക്ക് ഹ്യൂജായിട്ടൊരു കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇച്ചിരി പണം ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ സഹായിക്കുന്ന ആരോടും പറയാറില്ലോണ്ട് എൻ്റെ ഉള്ളിൽ ഈ തിക്കുമുട്ടൽ കിടക്കുക. ഞാൻ ആ മുട്ടുകുത്തി എഴുന്നേറ്റ് വന്ന ആ ദിവസം ക്ലിക്കെന്ന് ഫോണിലൊരു മെസ്സേജ്, 1,25,000 രൂപ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മനുഷ്യൻ. എനിക്ക് വേണ്ടിയല്ലെങ്കിലും ഒരു കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാനുള്ള വഴി ആ നിമിഷം മുട്ടുകുത്തി അനുഗ്രഹിച്ച നിമിഷം എൻ്റെ കയ്യിൽ കർത്താവ് തന്നു. എന്നെ അധിക്ഷേപിച്ചവൻ്റെ നാവിലൂടെ തന്നെ ആ ധ്യാനത്തിൽ സാലഡിനെ കുറിച്ച് പഞ്ചാര വർത്താനം പറയാൻ ദൈവം ഇടവരുത്തി. നമ്മൾ വചനം അയച്ച് അനുഗ്രഹിക്കണം. 2 കരങ്ങളും ഉയർത്തി പറയുമോ ഹല്ലേലൂയ? സ്വരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ? വചനം അയച്ച് അനുഗ്രഹിക്കണം. എൻ്റെ അമ്മ മരിച്ച സമയത്ത് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ അമ്മ മരിച്ച സമയത്ത് എൻ്റെ മടിയിൽ കിടന്നാണ് അമ്മ, ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് മരിച്ചു പോയത്.
ഞാനൊന്ന് സൺഡേ സ്കൂളിൽ ഒരു പള്ളിയിൽ പഠിപ്പിക്കുന്നതാണ്. ഞാൻ സെമിനാരിയിൽ നിന്ന് എനിക്ക് അനുവാദം ചോദിക്കാൻ പോലും പറ്റിയില്ല. ചമ്പക്കുളത്ത് എത്തുമ്പോൾ അമ്മ ഇങ്ങനെ രക്തം ഇങ്ങനെ ഇറ്റിറ്റിറ്റിറ്റ് രക്തത്തിൽ ക്യാൻസറാണ്. പക്ഷെ അമ്മച്ചി മരിക്കുമെന്ന് ആർക്കും ബോധ്യമില്ല. രോമകൂപങ്ങളിൽ നിന്നൊക്കെ രക്തം എടുക്കുന്നു. അപ്പോൾ എന്നും രാത്രി ഉറക്കളിക്കുന്ന ചേട്ടായി പാപ്പച്ചനും മറിയമ്മയും പറഞ്ഞു, ഷാജിമോൻ വന്നല്ലോ, ഞങ്ങൾ ഇച്ചിരി ഒന്ന് വിശ്രമിച്ചോട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്രമിച്ചോ. അവർ വിശ്രമിച്ച സമയത്ത് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പം എൻ്റെ കയ്യിൽ എൻ്റെ അമ്മയെ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയി. പക്ഷെ എനിക്കത് ചിന്തിക്കാനാവാത്തൊരു വേദനയായി. അമ്മച്ചിയുടെ ശവടക്ക് നടക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, കാര്യങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്, എൻ്റെ ചങ്ക് വാർന്നു പോകുന്നുണ്ട്, എങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വന്നവരെല്ലാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, വന്നവരെല്ലാം പറഞ്ഞു, എൻ്റെ ഷാജി ബ്രദറെ ഭാഗ്യവാനല്ലേ, എന്തിനാ കരയുന്നത്, അങ്ങ് സെമിനാരി കിടക്കേണ്ട ആളല്ലേ, അന്ന് വരാൻ തോന്നിയില്ലേ, ആ സമയത്ത് മടിയിൽ കിടത്തിയില്ലേ, എന്തൊരു ഭാഗ്യമാ. 12 മക്കളിൽ 12ാമൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു. ഷാജി ബ്രദറിന് കിട്ടി ഭാഗ്യമല്ലേ. മറ്റാ ഞങ്ങൾക്കൊക്കെ അച്ഛനുണ്ടെന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ മരിക്കുമ്പോഴോ അമ്മച്ചി മരിക്കുമ്പോഴോ ഇങ്ങനെ അടുത്തിരിക്കാൻ പറ്റുമോ? അച്ഛൻ ബ്രദർ പ്രാർത്ഥിച്ചാ മരിച്ചെന്ന് പറഞ്ഞു. അതോർത്ത് സന്തോഷിക്കേ. പിന്നെ അമ്മച്ചിയുടെ ഇങ്ങനെ എന്തെല്ലാം ഒക്കെ പറഞ്ഞു. അവയൊക്കെ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് ഞാൻ കടന്നു പോയപ്പം ഒരാൾ എൻ്റെ ഒരച്ഛൻ ശിരസിൽ കൈവച്ചിട്ട് ഇങ്ങനെ ബ്ലസ് ചെയ്തിട്ട് പറഞ്ഞു, തൻ്റെ നീതിമാന്മാരുടെ മരണം ദൈവത്തിന് അമൂല്യമാണ് എന്ന വചനം നിന്നെ ആശ്വസിപ്പിക്കട്ടെ. എന്നെ ഒരുപാട് പേര് കെട്ടിപ്പിടിച്ചു, ചേർത്ത് പിടിച്ചു, ആശ്വസിപ്പിച്ചു, ലാളിച്ചു, ബലം തന്നു. അതൊക്കെ മണ്ണിൽ വീണ വെള്ളം പോലെ വാർന്നു പോയപ്പോൾ എന്നെ അനുഗ്രഹിച്ചു പറഞ്ഞ വചനം എൻ്റെ ചങ്കിൽ സൗഖ്യമായി. അത് അന്നു മുതൽ ഇന്ന് വരെ മിനിഞ്ഞാന്നൊരു മൃതസംസ്കാരത്തിനും ഉൾപ്പെടെ അനേകരെ ആശ്വസിപ്പിക്കാൻ എനിക്കുള്ള വചനമായി തീർന്നു. വചനം അയക്കുമ്പോൾ അനുഗ്രഹവും സൗഖ്യവും ഉണ്ടാകും. അത് ദൈവം അയക്കുമ്പോൾ കിട്ടും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വചനം കൊടുക്കുമ്പോൾ സൗഖ്യം കിട്ടും. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു ഫോൺ വരുന്നു. നമ്മൾ എന്തെടുക്കും? സാലിമേ നിന്റെ കാര്യം ഓർക്കുമ്പം ഒത്തിരി വിഷമമുണ്ടടി. എൻ്റെ അടി നിൻ്റെ അത്രയൊക്കെ ഞാൻ സഹിക്കുമോയെന്നറിയത്ത്. എൻ്റെ പൊന്നുവെച്ചേ നീ എന്തൊക്കെയാടി കൊച്ചെ സഹിച്ചു കൂട്ടുന്നു. എൻ്റെ ദൈവമേ എൻ്റെ ചങ്ക് വാടിപ്പോകുന്നു. എൻ്റെ പൊന്നുകുഞ്ഞെ എനിക്കൊന്നേ പറയാനുള്ളടി, ദൈവം മരിച്ചിട്ടില്ലടി കുഞ്ഞെ. എടി സമാധാനിക്കടി, ഞങ്ങളുമൊക്കെ ഇത്രയൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുമൊക്കെ സഹിക്കും, നീ വിഷമിക്കണ്ടടി, കർത്താവ് വഴി തുറക്കുവടി. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ജെറമിയ 31:16 മോളെ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുവിൻ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ സൗഖ്യം ഉണ്ടാകും. പിടികിട്ടിയോ? നമ്മൾ ഈ കുറേ പഞ്ചാര വർത്താനം പറയുന്നതിന് പകരം ഈ വചനം വായിച്ചവരെ അനുഗ്രഹിക്കണം. ആ ഫോണിൽ കൂടെ തന്നെ മോളെ ജെറമിയ, ഒരു വചനം ഞാൻ ഓർക്കുന്നുണ്ട്, ജെറമിയ 31:16 പൊന്നുമോളെ നീ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുവിൻ, നിന്റെ യാതനകൾക്ക് സമ്മാനം കിട്ടും. ഈ വചനം കൊടുക്കുമ്പോൾ അവിടെ അഭിഷേകമാകും. 2 കരങ്ങളും ഉയർത്തി പറയുമോ ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഉറങ്ങിയും ഉറങ്ങാതെയും ഒക്കെ പ്രാർത്ഥിക്കാം. നിങ്ങളിപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? നാളെ ഈ സമയമല്ല, മുഴുവൻ സമയം രാവിലെ 3:30 വരെ കൊല്ലത്ത് നൈറ്റ് വിജില. അപ്പം എനിക്ക് ഇപ്പോഴത്തെ ആരോഗ്യത്തിൽ അത് താങ്ങാൻ ഇച്ചിരി പാടാം. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രാത്രിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 27 അത്രയും എന്തുള്ള മാതാവെ ചൊല്ലി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടനാട്ടിൽ നിന്നാണ് വരുന്നത്. അതിന് മുമ്പ് ഇന്നൊരു 82 കൊച്ചു കാര്യമാണ്, എങ്കിൽ ഇടതടവില്ലാതെ കുറച്ച് പ്രാർത്ഥിക്കുകയും ഉരുകുകയും കരയുകയും അതിരമ്പഴപ്പള്ളിയിലെ ശുശ്രൂഷ നടത്തി. ഇന്ന് അതിരമ്പഴപ്പള്ളി 100 കണക്കിന് ആൾക്കാരോടൊപ്പം നിന്ന് ഞാൻ ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളെനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. 2 മരിയൻ സിനിമ എന്നൊരു സിനിമ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇപ്പോൾ ഒരു സിനിമയുണ്ട്, രാജകന്യക. കാണാമെങ്കിൽ പോയി കാണണം. ഒരു സമുദ്രഗിരി എന്ന ഒരു സ്ഥലത്തെ ഒരു കഥയാണ്. അതൊരു മാതാവിൻ്റെ രൂപത്തിൻ്റെ അത്ഭുതമൊക്കെ. എന്നാൽ മരിയൻ സിനിമ ബൈബിളിലെ മേരിയുടെ കാണാത്ത മുഖമാണ്. 18 വർഷമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മരിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും വലിയവരെ ഇന്ന് ആരാധനയുടെ സമയത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഇപ്പം തന്നെ മരിയൻ എന്ന സിനിമ ദൈവഹിതമാണെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റിങ് കഴിഞ്ഞു. സ്ക്രിപ്റ്റെല്ലാം നല്ല മനോഹരമായിട്ടുണ്ട്. അതിൽ ദൈവത്തിൻ്റെ കരുണ വീഴാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മരിയൻ എന്ന സിനിമ ഇറങ്ങിയെന്ന് കേട്ടാൽ നിങ്ങൾ എത്ര അകലെയാണെങ്കിലും പോയി കാണണേ. കാരണം പരിശുദ്ധ അമ്മയെക്കുറിച്ച്
മറിയത്തിൻ്റെ ബൈബിളിലെ മുഖം അവതരിപ്പിക്കുന്ന ഇതുവരെ ഒരു സിനിമ ലോകത്തുണ്ടായിട്ടില്ല. അതിനുള്ള അർഹതയില്ല, പണമില്ല. ദൈവം വഴി തുറക്കണം. മരിയൻ സിനിമയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കരങ്ങളൊന്ന് നെഞ്ചിൽ വയ്ക്കാമോ? എൻ്റെ ഒരു ആത്മസ്നേഹിതൻ ജോഫിൻ കാനഡയിലെ 80 ലക്ഷത്തോളമുള്ള ശമ്പളമുള്ള ജോലി ഒഴിവാക്കി ലോകത്തിലെ എല്ലാ കത്തോലിക്ക പ്രാർത്ഥനകളും ഒരുമിച്ച് ചേർക്കുന്ന സാന്റോ ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ടാക്കിയിരിക്കുക. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കരം ഉയർത്തിപ്പിടിക്കാവോ? സാന്റോ ആപ്പ് ലത്തീനിലെ, മലങ്കരയിലെ, മലബാറിലെ, യാക്കോബായിലെ, ലോകോത്തര ഭാഷകളിലെ എല്ലാ പ്രാർത്ഥനകളും, സകല പ്രാർത്ഥനകളും കുർബാനകളും ഒക്കെ ചേർത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സാന്റോ ആപ്പ്. അത് ആ മകൻ്റെ ശ്രമം ലോകത്തിൽ സുവിശേഷമാകാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 2 കരം ഉയർത്തിപ്പിടിക്കാമോ? IMSലേക്ക് കർത്താവിൻ്റെ കരുണ ഒരിക്കലും പിൻവലിക്കപ്പെടാതിരിക്കാൻ IMSലെ ശുശ്രൂഷകർ, വോളണ്ടിയേഴ്സ്, ഇവിടെ വന്നു പോകുന്നവർ, ശുശ്രൂഷകർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒരിക്കൽ കൂടി കരങ്ങൾ കൂപ്പി ശിരസൽപ്പം കുനിച്ച് പിടിച്ച് മരിയൻ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്ക്രിപ്റ്റിങ് പൂർത്തീകരിച്ചു. എൻ്റെ വിശുദ്ധരെ, നിങ്ങളുടെ മനസ്സറിഞ്ഞ ഒരു പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് അനുഗ്രഹിക്കാമോ? മരിയൻ സിനിമ ലോകം പ്രതീക്ഷിക്കാത്ത രീതിയിൽ എത്തിക്കാൻ എനിക്ക് കൽപ്പില്ല. ദൈവസമ്പത്തിൻ്റെ വഴി തുറക്കാൻ, ഇപ്പോൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ നിൽക്കാൻ, ആർട്ടിസ്റ്റുകളെ, ടെക്നീഷ്യൻസ് എല്ലാം കൃപയിൽ ചേരാൻ, മനുഷ്യന് പറ്റാത്തൊരു സാങ്കേതിക തികവ് കിട്ടാൻ, പൂർണ്ണത കിട്ടാൻ, കേരളത്തിലെ തിയേറ്ററുകൾ എടുക്കാൻ, അടുത്ത വർഷമെങ്കിലും പുറത്തിറങ്ങാൻ, ഇൻ്റർനാഷണൽ ആക്ടേഴ്സിനെ കിട്ടാൻ. നമുക്ക് അത്യാവശ്യം 1-2 ഇൻ്റർനാഷണൽ ആക്ടേഴ്സിന് ആവശ്യമുണ്ട്. കാരണം ഇന്ത്യക്ക് പുറത്തുള്ളവർ അതിനകത്ത് കഥയ്ക്കകത്തുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ബാക്കിയുള്ള ഈശോയൊക്കെ ഇവിടുന്നാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കൊരു അനുഗ്രഹം ഉണ്ടാകാൻ. ഭർത്താവിശ്വമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടപ്പിറന്നവരെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ വന്ന് വസിക്കട്ടെ. 2 മക്കബായർ 15:27 ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം അവരെ ആഹ്ലാദിപ്പിച്ചു. ദൈവത്തിൻ്റെ നേരിട്ടുള്ള സഹായം ജനത്തെ ആഹ്ലാദിപ്പിച്ചു. 2 മക്കബായർ 15:27. ഉൽപ്പത്തി 12:2 ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ നാമം മഹത്വമാക്കി, നീ അങ്ങനെ അനുഗ്രഹമാകും. ഉൽപ്പത്തി 22:18 നീ എൻ്റെ വാക്ക് അക്ഷരശ പാലിച്ചതുകൊണ്ട് നിന്നിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് വചനം അയച്ചാണ് സൗഖ്യം തരുന്നത്. നമ്മൾ വചനം കൊടുത്ത് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുക, അല്ലാതെ ശപിക്കരുത്. അപ്പോൾ ലോകം മുഴുവൻ നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ കാണും. IMSൽ സാന്നിധ്യം നൽകുന്ന അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളെ കാണാൻ ഇടവരട്ടെ. നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണമേ എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങളും ഒറ്റ നിമിഷം ഉയർത്തിപ്പിടിക്കാം. നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കണ്ണുനീരിന് ഉത്തരം കിട്ടി നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ. ആരെയും വഞ്ചിക്കാത്തവൻ, കബളിപ്പിക്കാത്ത യേശുവിൻ്റെ നാമത്തിൽ ഒരു മുദ്ര നിങ്ങളുടെ മേലെ വീണ് അത്ഭുതകരമായ സാക്ഷ്യം നിങ്ങളിൽ നിന്ന് വരാൻ യേശു ഇടവരുത്തട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി വീണ്ടും കാണാം. ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റുന്നുണ്ട്. മാതാവിൻ്റെ നൊവേന തുടങ്ങാൻ പോകണം. നമുക്ക് മാതാവിൻ്റെ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. IMS അമ്മയുടെ പാട്ട്.